തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നിർവഹണവും ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ഉത്തരവാദിത്തങ്ങളുള്ള ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിലും ഈ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിട്ട മുൻ ജനപ്രതിനിധികളും പുതിയ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ള അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ യൂത്ത് പാർലമെൻറ്റിൽ ചെറുപ്പക്കാർ പങ്കെടുത്തു, കർഷകരായിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുത്തു, റെസിഡൻസ് അസോസിയേഷൻ്റെ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്, ഹരിത കർമ്മസേനയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിമാർ പങ്കെടുത്തു, വിവിധ വകുപ്പുകളിൽ നിന്നും ഏജൻസികളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കെടുത്തു. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധിയായിട്ടുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ, ശാസ്ത്രജ്ഞർ ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ സമാപന സമ്മേളനം ആരംഭിക്കുമ്പോൾ നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ രവിരാമനാണ്. അദ്ദേഹം സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമാണ്. ഈയിടെ നമ്മളെല്ലാം വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കണ്ട ഒരു പുസ്തകം അദ്ദേഹം 1956 ശേഷം ഇന്നേ വരെയുള്ള കേരളത്തിൻ്റെ വികസന ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വികസന ആസൂത്രണത്തിൽ അതിൻ്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ അതിന് നേതൃത്വം നൽകുന്നതിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡോക്ടർ രവിരാമൻ എപ്പോഴും ഇത്തരത്തിൽ നവീനമായ ആശയങ്ങൾക്കും പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾക്ക് വളരെ താല്പര്യത്തോടുകൂടി നമ്മളെ കേൾക്കാനും നമ്മളെ പിന്തുണയ്ക്കാനും തയ്യാറായി വന്നിട്ടുള്ള ആളാണ്. ഡോക്ടർ രവിരാമൻ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം അജയ്കുമാർ വർമ്മ സാറും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ പരിപാടിയെ സംബന്ധിച്ച് അവരുടെ ചില ഉൾക്കാഴ്ചകൾ നമ്മളോട് പറയാനുള്ള നമ്മുടെ അതിഥികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ സമാപന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാനായി ഹരിത കേരള മിഷൻ്റെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഹരിപ്രിയ ദേവിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗാധ്യക്ഷ നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TN സീമ അവർ, ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ K രവിരാമൻ അവർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, ഹരിതകേരള മിഷൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളും വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെയും കുറിച്ച് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നടന്ന വിവിധ ടെക്നിക്കൽ സെഷനുകളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ മിഷൻ്റെയും സർക്കാരിൻ്റെയും മുന്നോട്ടുള്ള പോക്കിന് പ്രചോദനമാകുമെന്ന് കരുതുന്നു. ഈ 3 ദിവസത്തെ പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്ററായ ഡോക്ടർ TN സീമ അവരെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ K രവിരാമൻ അവർകളാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ 3 ദിവസം നടന്ന ചർച്ചകളുടെ UNDP പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഹരിത കേരള മിഷൻ കൂടി പങ്കാളിയായിട്ടുള്ള മറയൂരിലെ കരിമ്പ് കൃഷിക്കാരുമായി ചേർന്നുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മറയൂർ ശർക്കര പൗഡറും മറയൂർ ശർക്കരയും കുഞ്ചപ്പെട്ടി അരിയും നൽകിക്കൊണ്ടാണ് സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. മൂന്ന് ദിവസത്തെ ടെക്നിക്കൽ സെഷൻ്റെ സംക്ഷിപ്ത റിപ്പോർട്ട് തുടർ സാധ്യതകളെക്കുറിച്ചും അവതരണം നടത്തുന്ന ഹരിതകേരള മിഷൻ്റെ ടെക്നിക്കൽ അഡ്വൈസർ കൂടിയായ ഡോക്ടർ അജയ്കുമാർ വർമ്മ സാറിനെ ഈ സമാപന സമ്മേളനത്തേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ
ഇതിനോട് പ്രതികരണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ വികാസ് നിമേഷ്, അസിസ്റ്റന്റ് പ്രൊഫസർ IIT ഡൽഹി, ആൻഡ് ആദിത്യ വർഗീസ്, സീഡ്സ് ഇന്ത്യ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഹരിതകേരള മിഷൻ്റെ അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സും മറ്റ് ഉദ്യോഗസ്ഥരെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. നവകേരളം സംസ്ഥാന കോർഡിനേറ്ററും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമായ ശ്രീ TN സീമ, അജയ് വർമ്മ, സുധാകരൻ, dear fellow participants. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ നവ ഇടതുപക്ഷത്തിന്, ന്യൂ ലെഫ്റ്റ് എന്ന് പറയും, നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് റെയ്മണ്ട് വില്യംസ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വാക്കാണ് എന്നാണ്. നേച്ചർ ഈസ് ദ മോസ്റ്റ് കോംപ്ലക്സ് വേർഡ് ഇൻ ദ ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഈ ഹരിതം എന്നതും ആ അർത്ഥത്തിൽ അങ്ങേയറ്റം കോംപ്ലക്സ് ആയിട്ടുള്ള, അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ള ഒരു പദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പരിസ്ഥിതിയെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാം പറയും തീർച്ചയായും ആണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ പറയും അത് മാത്രമല്ല എന്ന്. ജലസംരക്ഷണമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് എന്ന് പറയും. പക്ഷേ അത് മാത്രമല്ല എന്ന് നമ്മൾ പറയും. ജൈവ വൈവിധ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയും. പക്ഷേ അത് മാത്രമല്ല എന്ന് നമ്മൾ പറയും. ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയും. എന്നാൽ അത് മാത്രമല്ല എന്ന് പറയും. ഈ ഒരു ടോട്ടാലിറ്റിയെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞാൽ I am happy about that. I am not sure to what extent you are happy. യഥാർത്ഥത്തിൽ ഹരിത കേരള മിഷൻ അതാണ്. ഒരു വലിയൊരു ജീവിതത്തിൻ്റെ വലിയൊരു സങ്കല്പനം, വലിയൊരു ടോട്ടാലിറ്റി, ഒരു ഇമാജിൻഡ് സൊസൈറ്റിയാണത്. നമ്മൾ ഓൾറെഡി റിയലൈസ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഇമാജിൻ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഈ ഹരിത കേരളം എന്ന് പറയുന്ന ഒരു സംഭവം. അതിൻ്റെ കർത്തൃത്വം സ്വയം ഏറ്റെടുത്ത ഒരു ഏജൻസിയാണ് ഹരിത കേരള മിഷൻ. അതിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ ആസൂത്രണ ബോർഡിൽ പലപ്പോഴും കാണാറുണ്ട്. അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. അങ്ങേയറ്റം അഭിമാനകരമായ, ആർക്കും അവിശ്വസിക്കാനുള്ള ഒരിടവും നൽകാത്ത ഒരു ഇടമായി ഈ ഹരിത കേരളം എന്ന ഒരു സംവിധാനം കേരളത്തിൽ മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മയൊക്കെ അങ്ങേയറ്റം ആത്മാഭിമാനമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഇത് ആത്മാഭിമാനമുണ്ടാക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. അത് ഒന്ന് സൂചിപ്പിച്ചു പോകാമെന്ന് മാത്രമാണ് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് നമുക്ക് ആത്മാഭിമാനം തരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ഈ ഹരിത കേരളം എന്ന് പറയുന്നത് നവോത്ഥാന മൂല്യത്തിൻ്റെ തുടർച്ചയാണ് എന്നതാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നവോത്ഥാന നായരെ നമ്മൾ ഓരോരുത്തരെയും ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള സമയമില്ലെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവർ പ്രത്യേകം ഊന്നൽ നൽകിയിട്ടുള്ള ഒരു വിഷയമാണ് ശുചിത്വം എന്ന് പറയുന്ന ഒരു വിഷയം, പഞ്ചശുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു വിഷയം, പ്യൂരിറ്റി
ഇൻ വേർഡ്സ്, ഇൻ ഡീഡ്സ്, ഇൻ യുവർ ബോഡി, എല്ലാ കാര്യത്തിലും ആ ശുചിത്വം പാലിക്കുക, പ്യൂരിറ്റി പാലിക്കുക. അത് ഒരേ സമയം അന്നത്തെ സിസ്റ്റത്തോടുള്ള ഒരു റെസ്പോൺസ് കൂടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ശ്രീനാരായണ ഗുരു അറിയാലോ, നമുക്ക് അന്നത്തെ ഒരു ജാതീയ വ്യവസ്ഥ നമുക്കറിയാം. വളരെ ഭീകരമായിട്ടുള്ള ഒരു എഗ്രേറിയൻ ഫ്യൂഡലിസം നിലനിൽക്കുന്നിരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർണരുടെ ഈ സുഖകരമല്ലാത്ത ഒരു മണം, അത് കള്ളു ചെത്തി വരുന്ന ഒരു തൊഴിലാളിയെ കാണുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവണം, ഈ മണം സമൂഹത്തിന് ആ അർത്ഥത്തിൽ ഗുണകരമല്ല, ഈ ജോലി നീ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മറ്റു രീതിയിൽ. അപ്പോൾ ഈ ഒരു എക്സ്ക്ലൂഷൻ ഉണ്ടാക്കുന്നതിൽ തന്നെ ഈ ശുചിത്വം ഒരു നിർണായക ഘടകമായി മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഈ നവോത്ഥാന മൂല്യങ്ങൾ ആ അർത്ഥത്തിൽ സമൂഹത്തിൽ വികസിച്ചു വന്നതും അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ആശയമായി മാറിയതും എന്ന് നമ്മൾ ആലോചിക്കണം. കമ്മ്യൂണിസം കേരളത്തിൽ വളർന്നു വന്നത് അടിസ്ഥാനപരമായും ഈ ഇന്നിക്വാളിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇന്നിക്വാളിറ്റിയെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇന്നിക്വാളിറ്റി മാത്രമായിരുന്നില്ല. അത് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നതിലുള്ള ഇന്നിക്വാളിറ്റി ഉണ്ടായിരുന്നു, ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നതിലുള്ള ഇന്നിക്വാലിറ്റി ഉണ്ടായിരുന്നു, വരുമാനത്തിലുള്ള ഇന്നിക്വാലിറ്റി ഉണ്ടായിരുന്നു, തൊടുന്നതിലും കാണുന്നതിലുമൊക്കെയുള്ള ഇന്നിക്വാലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ എക്സ്ക്ലൂഷണറി പ്രോസസ്സിനെയും ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടലാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് അയ്യങ്കാളിയുടെ കാര്യത്തിലായാലും ശരി, വക്കം മൗലവിയുടെ കാര്യത്തിലായാലും ശരി, ഇവരുടെയൊക്കെ കാര്യത്തിലായാലും നമ്മൾ കാണുന്നത് ഈ ഒരു നവോത്ഥാന മൂല്യം മുമ്പിൽ നിർത്തുകയും ആ നവോത്ഥാന മൂല്യം സ്വാംശീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം ഊർജിതമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലേക്കുള്ള ആ മാറ്റം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ ഒരു ധാർമ്മികത മൂല്യത്തിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഞാൻ ഈ ഹരിത കേരളം മിഷൻ്റെ പ്രവർത്തനത്തെ കാണുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ട് നമുക്ക് ആത്മാഭിമാനം തോന്നണം ഹരിത കേരളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. രണ്ടാമത്തെ കാര്യമായി എനിക്ക് പറയാനുള്ളത് ആഗോളതലത്തിൽ തന്നെ സംഭവിക്കുന്ന ചില മാറ്റങ്ങളുമാണ്. ആഗോളതലത്തിൽ നാം പ്രതീക്ഷിക്കുന്ന പോലെ ഒരു രീതിയിലും നമുക്ക് മാനവികതയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല രീതിയിലും എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ആ വിഷയങ്ങൾ അറിയാം. സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ സാധ്യതകൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കണ്ടെത്തുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് വെനിൻസുലയിൽ നടന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള പ്രോഫിറ്റ് കോർപ്പറേറ്റുകൾ പോലും കോവിഡിന് ശേഷം ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ അല്ലേ, കോവിഡ് കഴിഞ്ഞിട്ട്. കോവിഡിന് ശേഷം ചില കോർപ്പറേറ്റുകളുടെ പ്രോഫിറ്റ് 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. മാർക്സിസ്റ്റുകൾ സ്വാഭാവികമായിട്ടും പറയും, അത് തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടല്ലേ, അല്ലേ മാർക്കറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലേ എന്ന്. അത് മാത്രമല്ല, പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ്, നേച്ചറിനെ എക്സ്പ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റുകൾ ഈ രീതിയിൽ ആഗോളതലത്തിൽ അവരുടെ സ്വഭാവം വ്യക്തമാക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ആഗോളതലത്തിൽ കോർപ്പറേറ്റുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി എൻക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിലും അരവല്ലിയെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അതുപോലെ ഒഡീഷയിലുള്ള വേദാന്ത കോർപ്പറേറ്റുകളൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. നിയമഗിരി ഹില്ലിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. കേരളത്തിൽ തന്നെ നമ്മളെന്തിനെ മറച്ചു വെക്കുന്നു? മറച്ചു വെച്ചുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് 60കളിൽ നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായാലും അതിനുശേഷവും നമ്മൾ ഈ ബിർള പോലെയുള്ള കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിയപ്പോൾ ചാലിയാർ പരിസരത്തുള്ള കുടുംബങ്ങൾ
സമരത്തിനിറങ്ങേണ്ടി വന്നു. ഒരു ഭാഗത്ത് റയോൺസ് ഫാക്ടറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെടുകയും വേറൊരു ഭാഗത്ത് തൊഴിലാളികൾ അടച്ചുപൂട്ടരുത്, അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവനം ഇല്ലാതാവും എന്ന് പറയുകയും ചെയ്ത അതിസങ്കീർണമായ ഒരു കോൺഫ്ലിക്റ്റ് കേരളത്തിലുണ്ടായി. നിങ്ങൾക്ക് എത്ര പേർക്കത് അറിയാമെന്ന് എനിക്കറിയില്ല. വളരെ സങ്കീർണമായ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ പോവുകയുണ്ടായി. പക്ഷെ വളരെ ഭംഗിയായി അതിന് പരിഹരിക്കപ്പെട്ടു. പ്ലാച്ചിമട നമുക്കറിയാം, അവിടെയും കോർപ്പറേറ്റ് വന്നു. പക്ഷെ വെള്ളം കൂടുതൽ ശേഖരിച്ചു. നാം പറയുന്ന കണക്കിനപ്പുറത്തേക്ക് വെള്ളം ശേഖരിച്ചു. ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് വെള്ളമില്ലാതായി. സ്വാഭാവികമായിട്ടും അതിനും കണക്ക് പറയാൻ നമ്മുടെ പഞ്ചായത്തുകളും നമ്മുടെ ജനങ്ങളും തയ്യാറായി. എൻഡോസൾഫാൻ, ഇങ്ങനെ ഓരോ സമരം കേരളത്തിലെടുത്താലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് കോർപ്പറേറ്റുകൾ ഒന്ന് എൻക്ലോസ് ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എൻക്ലോസ് ചെയ്യാൻ പോകുന്നു. ഒന്ന് കീഴടക്കുന്നു, പിന്നെ അടുത്തത് കീഴടക്കുന്നു. ഇങ്ങനെയാണ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്നത്. ആഗോളതലത്തിൽ കോർപ്പറേറ്റ് ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിനൊരു സുസ്ഥിരമായ ഒരു മറുപടി അന്വേഷിച്ച് പോകുമ്പോൾ കേരളത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് മറ്റൊരിടത്തുമല്ല, ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനത്തിലാണ് എന്ന് ശക്തമായി പറയാൻ എനിക്ക് കഴിയും. ഹരിത കേരള മിഷൻ്റെ ഓരോ പ്രവർത്തനം എടുത്താലും അതിനർത്ഥം നമ്മൾ കോർപ്പറേറ്റുകൾക്കെതിരാണെന്നല്ല. അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങളിൽ അത് പറയുന്നുണ്ട്. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അങ്ങേറ്റം നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വികസനത്തിന് സ്വകാര്യ മൂലധനത്തിന് വലിയ നിർണായകമായ പങ്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സ്വകാര്യ മൂലധനം തങ്ങൾക്കനുസൃതമായ രീതിയിൽ പ്രവർത്തിച്ച് കളയാം എന്ന് വിചാരിക്കുന്നത് രാഷ്ട്രീയ പക്വതയുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് സാധ്യമല്ല. ഇവിടെ വ്യത്യസ്തമായ ഒരു ജനാധിപത്യമാണ് നിലനിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിരന്തരം കോർപ്പറേറ്റുകളെ ഓർമ്മിപ്പിക്കാൻ കഴിവുള്ള ഒരു സാമൂഹിക വിഭാഗമാണ് നമ്മളൊക്കെ എന്നതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ തന്നെ സംഭവിക്കുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത തരത്തിലുള്ള വ്യവസായ യൂണിറ്റുകളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ പോലുള്ള ഒരു ഡിസ്കഷനിൽ എന്നോട് പറയുകയുണ്ട്, അല്ല നിങ്ങൾ പറയുന്നു കേരളം വലിയ വികസിച്ചു, വലിയ മുന്നോട്ട് പോയി, പക്ഷേ വലിയ മൾട്ടിനാഷണലുകളൊന്നും വന്നില്ലല്ലോ. വരണ്ട, ഉള്ള മൾട്ടിനാഷണലുകളൊക്കെ വന്നാൽ മതി. വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉള്ള ബഹുരാഷ്ട്ര കുത്തകകൾ വന്നാൽ മതി. നേരത്തെ തന്നെ ഒരു സുഹൃത്ത് ഓർമ്മിപ്പിച്ചതുപോലെ മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ പറയുകയുണ്ടായി, ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമാണ് ആ സമൂഹത്തിൽ കാണുന്ന ജലം, മണ്ണ്, വായു എന്നൊക്കെ പറയുന്നത്. വില്യം ലോഗൻ പറയുകയുണ്ടായി. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണ്, കേരളത്തിൻ്റെ ജലം, കേരളത്തിൻ്റെ വായു അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്ന രീതിയിലുള്ള മൂലധനം അത് മാത്രമേ കേരളം ആഗ്രഹിക്കുന്നുള്ളൂ. അത് മാത്രമാണ് കേരളം വെൽക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഏറ്റവും കുറവ് മാത്രം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സർവീസ് മേഖല കേരളത്തിൽ അതിവേഗം വ്യാപിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. മാനുഫാക്ചറിങ് സെക്ടറല്ല, സർവീസ് സെക്ടറാണ്. പ്രത്യേകിച്ച് ഐ ടി ഡ്രിവൺ ആയിട്ടുള്ള സർവീസ് സെക്ടറാണ് വ്യാപിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് ഈ നവകേരള രാഷ്ട്രീയം 2016 മുന്നോട്ട് വെക്കപ്പെട്ടത്. ആ മുന്നോട്ട് വെക്കപ്പെട്ട നവകേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് റോൾ, ഐ വുഡ് സേ ദാറ്റ്സ് എ ലീഡ് റോൾ. കാരണം ഗ്ലോബൽ ലെവലിൽ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 70 മുതൽ ഗ്രീൻ പൊളിറ്റിക്സ് ഗ്ലോബൽ ലെവലിൽ അവരുടെ പ്രസൻസ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഹിയർ, യു കാൺ ഡു ആസ് യു ലൈക്ക്. ഇല്ല, അഡ്വാൻസ്ഡ് രാജ്യങ്ങളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഈ രാജ്യത്തെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഗ്രീൻ പൊളിറ്റിക്സ് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞുകൊണ്ടിരിക്കുക. ജർമ്മനിയിൽ മാത്രമല്ല, നമുക്ക് ജർമ്മനിയാണ് കൂടുതൽ പരിചയം, അതുകൊണ്ട് നമ്മൾ ജർമ്മനി പറയുന്നു. അയർലൻഡുണ്ട്, ന്യൂസിലാൻഡുണ്ട്, ബെൽജിയമുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഗ്രീൻ പൊളിറ്റിക്സ് അതിസജീവമായി വന്നിരിക്കുകയാണ്. സജീവമായി വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ പ്രകൃതിയെ അങ്ങേയറ്റം ചൂഷണം ചെയ്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ, ഗ്ലോബൽ ക്യാപിറ്റലിസം ആ അർത്ഥത്തിൽ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തടയുക
എന്ന രീതിയിലാണ് അവിടെ ഗ്രീൻ പൊളിറ്റിക്സ് വരുന്നത്. ഇവിടെ ഗ്രീൻ പൊളിറ്റിക്സ് ആ അർത്ഥത്തിൽ വരുന്നില്ല. ഞാൻ TN സീമ ടീച്ചർ ചോദിക്കുകയായിരുന്നു, താങ്കൾ ഇത്തവണയെങ്കിലും ഞങ്ങളുടെ കൂടെ ഇലക്ഷനിൽ വരണം, മത്സരിക്കണം എന്ന് ഞാൻ പറയുകയായിരുന്നു. ഐ വാസ് റിക്വസ്റ്റിംഗ് ഹർ ടു കണ്ടസ്റ്റ് ദ ഇലക്ഷൻ. കാരണം ഷീ ഡിസേർവ്സ്. ഷീ ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ലീഡേഴ്സ്. ഷീ ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ലീഡേഴ്സ് ടു കണ്ടസ്റ്റ് ദി ഇലക്ഷൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ആഗോളതലത്തിലുള്ള ഗ്രീൻ പൊളിറ്റിക്സ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ലെഫ്റ്റിനെയും എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ് വിങ്ങിനെയും ഒരേ സമയത്ത് റീഷേപ്പ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയണം. ആ ഗ്രീൻ പൊളിറ്റിക്സിൽ അത്രമാത്രം സ്വാധീനമുള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇവിടെ അതില്ലാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മുഖ്യധാര രാഷ്ട്രീയം തന്നെ ഈ ഗ്രീൻ പൊളിറ്റിക്സ് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ കാര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങേയറ്റം മുമ്പിലാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അതായത് മുഖ്യധാര രാഷ്ട്രീയം തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വ്യത്യസ്ത ഗ്രീൻ പൊളിറ്റിക്സുമായുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ടയുമായി മറ്റാരും കടന്നു വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോൾ പോലും വളരെ നാച്ചുറലായി, വളരെ മെച്വറായി ലീഡർഷിപ്പിൽ എത്തേണ്ട അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് TN സീമ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അത്രമാത്രം ആത്മാർത്ഥമായി ഈ മേഖലയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഈ വിഷയമുണ്ടല്ലോ, നമ്മൾ കാണുന്ന പല വിഷയങ്ങൾ, ഇപ്പോൾ ഏറ്റവും നമുക്ക് പരിചയമുള്ള വിഷയം മാലിന്യ വിഷയം. മാലിന്യ വിഷയത്തിൻ്റെ കാര്യം നമുക്കറിയാം അല്ലേ? ഇന്നോ ഇന്നലെയോ തൃശ്ശൂർക്കാർക്കറിയാം, വേലൂർ. ഞാൻ അതിന് അടുത്താണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. വലിയ വിഷയമായിരുന്നില്ലേ മാലിന്യ വിഷയം ഒരു കാലത്ത്? ഈ മാലിന്യം എന്ന് പറയുന്നത് ഒരുതരം ഫ്രാങ്കൻസ്റ്റൈൻ രാക്ഷസനെ പോലെയാണ്. ഫ്രാങ്കൻസ്റ്റൈൻ രാക്ഷസൻ്റെ കഥ നിങ്ങൾക്കറിയാലോ. അത് ഈ സ്രഷ്ടാവായ ഈ ശാസ്ത്രജ്ഞനെ പോലും മറികടന്നുകൊണ്ട് അത് ക്രമം തെറ്റി വളരുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് മാലിന്യ കൂമ്പാരത്തിലും കേരളത്തിൽ സംഭവിച്ചത്. അതിൻ്റെ സ്രഷ്ടാക്കളാരാ? നമ്മൾ തന്നെയാണ്. നമ്മളാണല്ലോ കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, മാലിന്യം ഉണ്ടാകുന്നു, മാലിന്യം ക്രമാതീതമായി വളരുന്നു. ഫ്രാങ്കൻസ്റ്റൈൻ രാക്ഷസൻ എങ്ങനെയാണോ വളർന്നത് അതേപോലെ തന്നെയാണ് കേരളത്തിൽ മാലിന്യ കൂമ്പാരം വളർന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ക്രമാതീതമായി വളർന്നു. ക്രമവിരുദ്ധമായ രീതിയിലാണ് ആ ഇടപെടലുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് മാലിന്യ കൂമ്പാരം ഇങ്ങനെ വളർന്നു പോയി. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കും. എത്ര ഭംഗിയായിട്ടാണ് വളരെ ക്രമമായി, വളരെ ക്രമത്തിൽ അത് ഇല്ലാതാക്കി അതൊരു പുതിയൊരു സംസ്കാരത്തിൻ്റെ സാധ്യത തുറന്നിട്ട് കൊടുത്തില്ലേ? ആ തുറന്നിട്ട് കൊടുക്കുന്നതിൽ വലിയൊരു നിർണായക പങ്കല്ലേ ഇത് വഹിച്ചിരിക്കുന്നത് ഹരിത കേരള മിഷൻ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഇത്രയും വലിയൊരു സംവിധാനം, ഇത്രയും മോശമായി തീർന്നിരുന്ന ഒരു സംവിധാനം ഇത്രയും നല്ലൊരു സംവിധാനത്തിലേക്ക് പോയി എന്നത് എനിക്ക് സത്യത്തിൽ വല്ലാത്തൊരു ആത്മാഭിമാനം തോന്നുന്നു. ഞാൻ എൻ്റെ PA പറയാറുണ്ട്, എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം, കാരണം എനിക്ക് കേരളം ഇപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇന്ന് നിങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് കാണുമ്പോൾ നിങ്ങൾ ആ തരത്തിലുള്ള ചവറ് കൂമ്പറകളൊന്നും കാണുന്നില്ല. അതിൽ ഈ പാവപ്പെട്ട ഒട്ടേറെ സ്ത്രീ തൊഴിലാളികളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെട്ട ഒരു സംഭവമാണ് ഹരിത കർമ്മസേന എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ ആത്മാഭിമാനം തോന്നുന്ന ഒരു കർമ്മസേനയാണത്. അവരുടെ ഇടപെടലിലൂടെയാണ് അതിനുള്ളൊരു കോർഡിനേഷനാണല്ലോ ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ആ കോർഡിനേഷൻ ഡെഫിസിറ്റ് ഇല്ലാതാക്കുക, ഒരു കർത്തൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഏജൻസിയാണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ കർത്തൃത്വം അതിഭംഗിയായി നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള മാറ്റം. അത് എത്ര ഇമാജിൻ ചെയ്താലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, കാരണം നമ്മൾ നേരിട്ട് ഇടപെടുന്നത് കൊണ്ട്. പക്ഷേ ഈ സാധാരണക്കാർക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചാനലിലും ഇതിനെക്കുറിച്ചുള്ള ഒരു പൊതു ചർച്ച ഞാൻ കാണാറില്ല. അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണിത്. കേരളം എത്രമാത്രം മാറിയിരിക്കുന്നു, എങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ പാരഡൈസിലേക്ക് കേരളം മാറിയിരിക്കുന്നത്. അത് വെറുതെ അങ്ങ് മാറില്ലല്ലോ, സ്വയമായിട്ട് അങ്ങ് മാറിയതല്ലല്ലോ. നമ്മുടെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഇടപെടലിലൂടെ മാറ്റിമറിച്ച ഒരു സംഭവമാണത്. ഇത് തുടരുക എന്നതാണ് നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പോവുക. ഈ തുടർച്ച എന്ന പദം അത്രമാത്രം ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആകുന്ന അവിടെയാണ്. തുടർച്ച എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
പ്രകൃതി എന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡാണെന്ന് ഞാൻ പറയേണ്ടേ. എന്നാൽ തുടർച്ച എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സിറ്റി ഇതിനകത്തില്ല. കാരണം ഇതൊരു നാച്ചുറൽ റൈറ്റാണ്. അല്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടത്ര മനസ്സിലായിട്ടില്ല കാര്യങ്ങളെന്നാണ്. അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വീണ്ടും വീണ്ടും അവരെ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി വിവേകമുള്ളവരാക്കി മാറ്റുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു നാച്ചുറൽ റൈറ്റ് മാത്രമാണ്. വീണ്ടും ഈ സർക്കാർ തുടരുക എന്ന് പറയുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കലി എവോൾവ് ആയിട്ടുള്ള ഒരു ദശാബ്ദത്തിൻ്റെ ഒരു തുടർച്ച. ഒരു ദശാബ്ദം എങ്ങനെയാണോ ഈ പരിസ്ഥിതി ആധുനികതയുടെ ലക്ഷണങ്ങളോടുകൂടി ഒരു ദശാബ്ദത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, അതേ രീതിയിലുള്ള കുറച്ചുകൂടെ വർഷങ്ങളോട് മുമ്പോട്ട്, അത്രേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊരു തീർത്തും വ്യത്യസ്തമായ, ഞാൻ പറഞ്ഞല്ലോ, നവോത്ഥാന കാലഘട്ടത്തിൽ ഏത് ആധുനികതയാണോ നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് ആ ആധുനികതയുടെ മറ്റൊരു ഉയർന്ന രൂപം, ഒരു സാമൂഹിക പാരിസ്ഥിതിക ഒരു മാനവികത. ആ മാനവികത, ആ ആധുനികത, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഹരിത കേരള മിഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ മിഷൻ സ്വാഭാവികമായിട്ടും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു തുടർച്ച, ആ തുടർച്ചയുടെ ഒരു അനിവാര്യത, ഒരു പൊളിറ്റിക്കൽ ഇന്നവിറ്റബിലിറ്റി, അത്രയേ ഉള്ളൂ. അത് നടക്കുന്നില്ലെങ്കിൽ നമുക്കിത്രയൊക്കെ ചെയ്യാനുള്ളൂ. വീണ്ടും നമ്മൾ ജനങ്ങളെ സജ്ജരാക്കുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നടത്തുക. കാരണം മീഡിയോക്കർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത്, ഇവരൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത്, ഞാൻ അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നത് ശരിയല്ല, അത്തരം ഇതാണ് വെറും ഡിസ്കോഴ്സ് പൊളിറ്റിക്സ് ആണത്. ഒരു വ്യവഹാര രാഷ്ട്രീയത്തിൻ്റെ ഒരു വട്ടത്തിനകത്ത് നമ്മളെയൊക്കെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. യാഥാർത്ഥ്യം കാണുന്നേയില്ല. നമ്മൾ ഒരേ സമയത്ത് പ്രകൃതിയെ ചേർത്തോട് പിടിച്ചുകൊണ്ട്, ഒരേ സമയത്ത് വന്യജീവി നമുക്കറിയാം, കേരളത്തിലെ വന്യമൃഗ മനുഷ്യർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്കറിയാം. പക്ഷേ വളരെ സജീവമായിട്ട് ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഒരു സർക്കാരാണ് അതിനകത്തുള്ളത്. ഞാൻ ഇത് നോക്കുന്ന ആളാണ്, സോളാർ പവർ നോക്കുന്ന ആളാണ്. എനിക്കറിയാം അതിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ രീതിയിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ ഭാഗമായി നമ്മൾ സാധാരണ പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ, സീറോ കാർബൺ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഉൽപ്പന്നങ്ങൾ അങ്ങേയറ്റം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൺസർവ് ചെയ്തുകൊണ്ട് നമ്മുടെ റിസോഴ്സ് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നോട് 2 പേര് വളരെ വളരെ ആവേശത്തോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഈ പുസ്തകം എഴുതിയ ഒരാൾ, പൊളിറ്റിക്കൽ ഇക്കോസ്പെഷ്യാലിറ്റി എഴുതിയ ആൾ, നിങ്ങളാണോ ഇപ്പോൾ പറയുന്നത് ഈ ക്രിറ്റിക്കൽ മിനറൽ റിസോഴ്സസ് ഉപയോഗിക്കണമെന്ന്? ക്രിറ്റിക്കൽ മിനറൽ റിസോഴ്സ് ഉപയോഗിക്കാമല്ലോ നമുക്ക്. കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പറഞ്ഞു. നമ്മളെന്താ പറയുന്നത്? യു കൺസേർവ് ആൻഡ് യൂസ് ഇറ്റ്. അല്ലാതെ കോർപ്പറേറ്റ് ക്യാപിറ്റൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്രോപ്രിയേറ്റ് ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. യു ബെറ്റർ കൺസേർവ് ആൻഡ് യൂസ് ഇറ്റ്. ആ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ഉപജീവനം എഷ്വർ ചെയ്യുക, മൊത്തം കേരള സമ്പദ് വ്യവസ്ഥയുടെ സസ്റ്റൈനബിലിറ്റി എഷ്വർ ചെയ്യുക. ആ രീതിയിൽ റിസോഴ്സ് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം എന്ന അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ക്രിറ്റിക്കൽ മിനറൽ റിസോഴ്സസ് നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. അതാണ് നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. വളരെ ക്രിറ്റിക്കലായിട്ടുള്ള മിനറൽസ് ആകെ കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിന് മാത്രമാണ്. കേരളം, ഒഡീസ, തെലങ്കാന, എന്നാൽ ഇവരെ കിടക്കട്ടെ. കാരണം ദീസ് ആർ ഓൾ ക്രിറ്റിക്കൽ റിസോഴ്സസ്, സോ ദേ കുഡ് കൺട്രോൾ ദീസ് റിസോഴ്സസ്. അങ്ങനെയാണ് ആകെ കൂടി ഒരു കേരളം സെൻട്രൽ ബജറ്റിൽ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും കേരളത്തെ അവഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കണം. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നത് ഈ ഹരിത കേരള മിഷനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പെട്ടെന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാൻ വേണ്ടി എൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അയച്ചു തന്നപ്പോൾ അവർ പറയായിരുന്നു, കേരളത്തിൽ ഫാലോ ലാൻഡ്, ഞങ്ങൾ ആസൂത്രണ ബോർഡിൽ ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഫാലോ ലാൻഡിന് എന്ത് സംഭവിച്ചു എന്ന്. ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഫാലോ ലാൻഡിൽ വളരെ നിർണായകമായ കുറവ് സംഭവിച്ചിരിക്കുന്നു. അത് നിസ്സാര കാര്യമാണോ? കാർഷിക മേഖലയിൽ നമ്മൾ അവിടെ ഇവിടെയും തരിശായിട്ട് ഇവിടെയൊക്കെ ഇട്ടിരിക്കല്ലേ. പറ്റില്ല, തരിശായിട്ട് ഇടരുത്. നിങ്ങളറിയാതെ ഒരു വലിയൊരു ഡിബേറ്റ് വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ നേരത്തെയുള്ള പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് റിഫോംസിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ
പല എക്കോണമിസ്റ്റുകളും പറഞ്ഞത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ലാൻഡ് റിഫോംസിന് ശേഷം കേരളത്തിലെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ കൈയടിച്ച് മുന്നോട്ട് പോകണ്ട. ലാൻഡ് റിഫോംസ് ആ അർത്ഥത്തിൽ ഗുണം ചെയ്യാതിരുന്നിട്ടുമുണ്ട് എന്നൊരു ആർഗ്യുമെൻ്റ് പറയുകയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഫാലോ ലാൻഡ് കുറഞ്ഞിരിക്കുന്നു. അത് ഹരിത കേരള മിഷൻ്റെ നിർണായക പ്രവർത്തനത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങളെ ഒരു മുദ്രാവാക്യം, നമ്മൾ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം, വിളവ്, കൃഷി, ശുചിത്വം, ഇതൊക്കെ അടങ്ങുന്ന ഒരു ടോട്ടാലിറ്റി, ഈ ടോട്ടാലിറ്റിയെ നമുക്ക് ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തുടർച്ച അനിവാര്യമാണ്. ആ തുടർച്ചയ്ക്കായി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിത കേരളം മിഷൻ ദേശീയ സമ്മേളനത്തിൻ്റെ സംക്ഷിപ്ത റിപ്പോർട്ട്, സാധ്യതകൾ എന്നിവ മുൻനിർത്തി സംസാരിക്കാനായി എൻസെസ് റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ അജയകുമാർ വർമ്മ സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ഡോക്ടർ ടി.എൻ. സീമ ടീച്ചർ, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ കെ രവിരാമൻ, ഈ ഹരിത കേരള മിഷന് ഭരണപരമായ നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ദു, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹരിത കേരള മിഷൻ 10 വർഷം തികയ്ക്കുകയാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞ് പോകാവുന്ന ചില കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് എന്നും നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. 2016 അധികാരത്തിൽ വരുന്ന ഒരു സർക്കാർ പാരിസ്ഥിതിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം അവരുടെ മാനിഫെസ്റ്റോയിൽ വെച്ചിട്ടാണ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ടായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വൃത്തി, വെള്ളം, വിളവ് എന്ന് ആ ഭാഷയിലെല്ലാം സംസാരിച്ചിരുന്നു. പിന്നീട് ആ ഭാഷയിലേക്ക് വന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു രീതി നമ്മൾ അവലംബിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിൽ നിന്ന് ഹരിത കേരള മിഷൻ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് ആരെങ്കിലും അതിന് ഒരു മിഷൻ എന്ന് പറയുന്നതിന് ആരെങ്കിലും നേതൃത്വം കൊടുത്തിട്ട് കാര്യമില്ല. ആ മിഷൻ നേതൃത്വം കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം താല്പര്യത്തോടുകൂടി അത് ഏറ്റെടുക്കാനും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള മനസ്സിന് ആർജവമുള്ള ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത ഒരു നേതൃത്വമാണ്, അതിൻ്റെ ഒരു മേധാവിയാണ് ഡോക്ടർ ടി.എൻ. സീമ എന്ന് പറയുന്നത്. അവരുടെ നിസ്തുലമായിട്ടുള്ള സേവനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 10 വർഷത്തെ നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ട അവതരണങ്ങളുടെ എല്ലാം ഒരു ഫലം, ഒരു കാരണമെന്ന് പറയുന്നത് നിസ്തുലമായിട്ടുള്ള അവരുടെ സേവനത്തിൻ്റെ ഫലമാണ്. അതോടൊപ്പം ഭരണപരമായിട്ട് സാധാരണഗതിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഒരു സെക്രട്ടേറിയൽ ഉദ്യോഗസ്ഥ ഒരു സ്ഥാപനത്തിൽ 3 വർഷത്തിൽ കൂടുതലൊക്കെ ഇരിക്കുന്നത്. 10 വർഷം ഈ സ്ഥാപനത്തിലിരുന്ന് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിച്ച ശ്രീമതി ഇന്ദുവിനും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ എബ്രഹാം കോശി, ടി.പി. സുധാകരൻ തുടങ്ങി അജയകുമാർ, സതീഷ്, രാജേന്ദ്രൻ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും പേര് പറയുന്നത് ഈ സമയത്ത് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരൊക്കെ തുടർന്ന് 10 വർഷവും അതുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടി ഓടി നടന്ന് നടത്തിയ കാര്യങ്ങളുടെയൊക്കെ അവതരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ആ ടീമിൻ്റെ നേതൃത്വം ആരാകണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് എത്തുന്നതും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള സഹായവും സപ്പോർട്ടും എല്ലാം സർക്കാർ നൽകുന്നതും നമ്മളിതിൻ്റെ ഒരു പ്രാധാന്യം കാണേണ്ടതായിട്ടുണ്ട്. 2016 ഈ 3 മേഖലകളെയും കേന്ദ്രീകരിച്ച് കൃഷി, വെള്ളം, അതുപോലെ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട മേഖലകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുമ്പോൾ 2018 കൂടിയാണെന്ന് തോന്നുന്നു, ടീച്ചർ ഓർമ്മയുണ്ടാവും, യുണൈറ്റഡ് നേഷൻസ്
എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ മേധാവി കേരളത്തിൽ വരികയും കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ അറിയാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. 2 പദ്ധതികൾ, ഒന്ന് വളരെ വലിയൊരു പദ്ധതിയാണ്. കാരണം കൊച്ചിയിലെ എയർപോർട്ട് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ സോളാർ ഇലക്ട്രിസിറ്റി ജനറേഷനിലൂടെയാണ്. അതൊരു ലോകത്തിൻ്റെ തന്നെ ഒരു മാതൃകയായിട്ടാണ് അവർ കണക്കാക്കിയത്. അത് കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു, അത് കണ്ടു. അതോടൊപ്പം അദ്ദേഹം പരിഗണിച്ച മറ്റൊരു മേഖല ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഈ 2 പ്രവർത്തനങ്ങളുടെയും അവതരണം അദ്ദേഹം കേട്ടിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ പറയുകയും ഇത് തുറന്നു കൊണ്ടുപോകാനായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്യട്ടെ. ടീച്ചർ ഓർക്കുന്നുണ്ടാവും. അത് വളരെ വലിയൊരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 2021 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ലോകത്തെ ത്രിമാന പരിസ്ഥിതി പ്രശ്നങ്ങളായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെയും അതുപോലെ തന്നെ മലിനീകരണത്തെയും അതുപോലെ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യ ശോഷണത്തെയും കണ്ടത്. ഈ 3 കാരണങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് 2016 കേരളത്തിലൊരു മിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര ഉൾക്കാഴ്ചയോട് കൂട്ടിയിട്ടാണ് ഈ മിഷൻ ഉണ്ടായത് എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഒരു കാരണം നമ്മൾ ഇതിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടുള്ള ലോകം നേരിടുന്ന 3 പ്രശ്നങ്ങളെക്കുറിച്ച് ഏതാണ്ട് 5 വർഷം മുമ്പ് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കാണുകയും അതിനുവേണ്ടി ഒരു മിഷൻ ഉണ്ടാകുകയും മിഷൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളെ പിക്ക് ചെയ്യുകയും അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോമിനെ വേണ്ടപോലെ ഉപയോഗിക്കാനായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു നിരീക്ഷണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ഓരോ ഘട്ടത്തിലും ഏത് തരത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മേൽനോട്ടം ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ വളർന്നു വന്ന ഒരു മിഷനാണ് ഹരിത കേരളം മിഷൻ. അപ്പോൾ ലോകം കാണുന്നതിന് മുമ്പ് തന്നെ ഈ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മിഷൻ, അതിൻ്റെ നിരവധിയായിട്ടുള്ള മാതൃകകൾ ഉണ്ടാകുന്നു. ആ മാതൃകകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു യോഗമാണ് ഇവിടെ നടന്നത്. നമ്മൾ കാണണം, ഈ മിഷൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക, ഒരു കർമ്മതലം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വളരെ വലിയ പ്രവർത്തനമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് 3 മേഖലകളുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന മറ്റ് മേഖലകൾ, ഇവയെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് പ്രവർത്തനം മുമ്പോട്ട് പോകണമെങ്കിൽ അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു ആലോചനയും തീരുമാനവും വളരെ പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കർമ്മതലം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ആ റോഡ് മാപ്പ് തയ്യാറാക്കി ഹരിത കേരള മിഷൻ 2016 ഡിസംബർ ആയപ്പോഴത്തേക്ക് പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 4-5 മാസം ആ സർക്കാരുണ്ടായി. ഒരു 4-5 മാസം കൊണ്ട് ഈ മിഷൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകാനായിട്ടുള്ള തീരുമാനമുണ്ടായി. അതിനെ തുടർന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതെങ്ങനെ പ്രവൃത്തിപഥത്തിൽ എത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനം വേണം. അതിൻ്റെ പ്രോട്ടോക്കോളുകൾ ഡെവലപ്പ് ചെയ്യണം, മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം തയ്യാറാക്കിക്കൊണ്ടാണ് ഈ മിഷൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചത്. അക്കൗണ്ടബിലിറ്റി വളരെ പ്രധാനമാണ്. ഇങ്ങനൊരു മിഷൻ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ടബിലിറ്റി വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഫണ്ട് പ്രധാനമാണ്. ഈ പ്രവർത്തനങ്ങളുടെ ഫണ്ടൊന്നും പബ്ലിക് ഫണ്ടല്ല പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയത്. പല സ്ഥലങ്ങളിലും ക്രൗഡ് ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടാണ് പ്രവർത്തനം. ഇപ്പം ഈ ഹരിത കേരള മിഷൻ്റെ ആദ്യത്തെ റിവർ റിജുവനേഷൻ പ്രോഗ്രാം അത് വരട്ടാർ റിജുവനേറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അതിന് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയത് ആ വരട്ടാറിൻ്റെ തീരപ്രദേശത്ത് താമസിച്ചിരുന്ന ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ ഇതിന് സൃഷ്ടിക്കാനായി എന്നുള്ളത് വളരെ പ്രധാനമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സയൻസ് ഇൻപുട്ട് വളരെ പ്രധാനമാണ്. ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സയൻസ് ഇൻപുട്ട് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വരട്ടാറിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ വരട്ടാർ റിജുവനേറ്റ് ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്താണ്, ശാസ്ത്രീയമായിട്ട് അവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുമ്പോട്ട് പോയി. അതിന് വളരെ വിശദമായിട്ട് ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ട്
അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ പഠനം ഏറ്റെടുത്തത്. ആ പഠനത്തിൻ്റെ നിന്ന് കണ്ടെത്തിയ മാതൃകകൾ അല്ലെങ്കിൽ അതിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മറ്റ് നദികളുടെ റിജുവനേഷനിലേക്കും വിവിധ നടപടികളിലേക്കുമൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മിഷൻ ഏറ്റെടുത്താൽ അത് തുടർന്നും കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു നേതൃത്വം ഇടയ്ക്കിടയ്ക്ക് മാറിക്കഴിഞ്ഞാൽ ആ മിഷൻ്റെ ഊർജം നഷ്ടപ്പെട്ടു പോകും. അതുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ 10 വർഷവും തുടർന്നുകൊണ്ടാണ് ആ മിഷൻ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു തുടർച്ച വളരെ പ്രധാനമായിട്ട് കിട്ടി. ആ തുടർച്ചയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മിഷനെ വളരെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമായിട്ട് കാണണം. അതുപോലെ ഓരോ ഘട്ടത്തിലും നിരവധിയായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉൾച്ചേർക്കാനായിട്ടുള്ള ശ്രമം ഈ മിഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏത് പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ, ഇന്നോവേറ്റീവായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നോ അതെല്ലാം കണ്ടെത്താനും അത് പഠിക്കാനും അത് ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും അത് ചേർത്തുകൊണ്ടുള്ള മാതൃകകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹരിത സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മിഷൻ്റെ തുടക്കം മുതൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഫലം ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 2021 ആയപ്പോഴാണ് അന്തർദേശീയ തലത്തിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ഇതുപോലെ ഈ 3 വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നതും ആ പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 വരെ ഉള്ള ഒരു മിഡ് ടേം സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്തിരുന്നു. പല രാജ്യങ്ങളും അവർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അവരെ സഹായിച്ചിട്ടുണ്ടാകണം. അവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരുന്നത് നെറ്റ് സീറോ എന്ന് പറയുന്ന ക്ലൈമറ്റ് ആക്ഷൻ പ്രവർത്തനമാണ്. 2016 ശേഷം തന്നെ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായി ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ. മറ്റൊന്ന് ക്ലൈമറ്റ് റെസീലിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയും ഇക്കോ റെസ്റ്റോറേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഹരിത കേരളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ 2016 മുതൽ തന്നെ നടന്നു. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫൈനാൻസ് മൊബിലൈസേഷനാണ്. അതും ഹരിത കേരളം മിഷൻ പ്രാദേശികമായിട്ടുള്ള ഫൈനാൻസ് മൊബിലൈസേഷന് മാതൃകകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. അതുപോലെ തന്നെ ഈ നേച്ചർ ആക്ഷൻ, ഇപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഫോറസ്റ്റ് റീജനറേഷൻ നടത്തുക, പാടങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക, ഇങ്ങനെയുള്ള നിരവധി നേച്ചർ ആക്ഷനിലേക്ക് പോകാനായിട്ടുള്ള മാതൃകകൾ ഹരിത കേരളം മിഷൻ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ശുചിത്വവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു പുതിയ മാതൃക, ഓവർഫ്ലോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പരിപാലന തത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള മാതൃക ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ അത്തരത്തിൽ അന്തർദേശീയമായിട്ട് ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അത് 2016 മുതൽ കാണാനും അത് നടപ്പിലാക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് കാണാനായിട്ടാകില്ല. ലോകം മുഴുവൻ ഇന്ന് ആ പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോകും. നമ്മൾ 2016 മുതൽ തന്നെ അത് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ യോഗത്തെ, ഈ 3 ദിവസം നടന്ന സമ്മിറ്റിനെ നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന 3 ദിവസങ്ങളായിരുന്നു ഇത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ എത്രമാത്രം വിപുലമായിട്ടും എത്രമാത്രം സത്യസന്ധമായിട്ടും എത്രമാത്രം ശാസ്ത്രീയമായിട്ടും എത്രമാത്രം പ്രാദേശിക തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടും നടത്താനായി എന്നുള്ളത് മനസ്സിലാക്കി തന്ന 3 ദിവസങ്ങളാണിത്. അത് തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഔട്ട്പുട്ടും ഔട്ട്കവുമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 20 സെഷനാണ് ഈ 3 ദിവസമായിട്ട് നമ്മൾ നടന്നത്. അതിനകത്ത് 14 സെഷൻസും ശാസ്ത്രീയമായ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നടന്ന ചർച്ചകളാണ്. ആ ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട്. ആ പഠനങ്ങളെ ഇവിടെ അവതരിപ്പിക്കുകയും ആ പഠനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ സംസാരിക്കുകയും ആ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ നല്ല നല്ല നിർദ്ദേശങ്ങളും പോളിസി ആക്ഷനിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുകൾ എല്ലാ സെഷനിലും ഉണ്ടായിട്ടുള്ള, ചില സെഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു, ചില സെഷനുകളിലെ കുറിപ്പുകളൊക്കെ എൻ്റെ കൈവശം ഇന്നലെ തന്നെ എത്തിച്ചു. ഇന്ന് നടന്ന സെഷൻ്റെ കുറിപ്പുകളൊക്കെ എന്നെ കാണിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു അവതരണത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിശദമായുള്ള അവതരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അവതരണം നിർത്താം. ഇപ്പോൾ പ്രധാനമായിട്ട് ആളുകളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്
ചെറുപ്പക്കാരെ, കുട്ടികളെയും വിദ്യാർത്ഥികളെയും അതുപോലെ യുവജനങ്ങളെയും എങ്ങനെ പരിസ്ഥിതിയുമായിട്ട് ചേർത്ത് നിർത്താനായിട്ടാകും, എങ്ങനെ അവർക്കൊരു ഉത്തേജനം കൊടുക്കാനായിട്ടാകും, അവരുടെ മോട്ടിവേഷൻ എങ്ങനെ ആകാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ യൂത്ത് ഫോർ ടുമോറോസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെഷൻ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു സെഷൻ നടന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം ഉൾക്കാഴ്ച ഉണ്ടാക്കി തരുന്നൊരു സെഷനായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലഘട്ടത്തിൽ മഴയുടെ വ്യതിയാനങ്ങളുണ്ടാകുന്ന കാലഘട്ടത്തിൽ എങ്ങനെ കൃഷിയെ പിടിച്ചു നിർത്താനും കൃഷിയുമായിട്ട് മുമ്പോട്ട് പോകാനും അതിൽ കൃത്യമായിട്ടുള്ള വികസനം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടന്നു. പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതിയിലെ പ്രശ്നങ്ങളും ജനങ്ങൾ അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ജനങ്ങൾ അറിഞ്ഞ് ജനങ്ങളുടെ പങ്കാളിത്തത്തോട് മാത്രമേ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നവും പരിഹരിക്കാനായിട്ട് സാധിക്കൂ. അത് മുമ്പോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയയുമായിട്ട് ചേർന്ന് എങ്ങനെ പ്രവർത്തനം കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മീഡിയ എങ്ങനെ ഇതിനെ കാണുന്നു എന്നറിയാനായിട്ടുള്ള ഒരു സെഷൻ നടത്തിയത്. അതുപോലെ തന്നെ ഇക്കോളജിക്കൽ റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള സെഷൻസ് ഉണ്ടായി. എന്ത് പ്രയാസങ്ങളാണ് അതിനകത്തുള്ളത്, എങ്ങനെയാണ് ആ പ്രയാസങ്ങളെ നമ്മൾ ഓവർകം ചെയ്തത്, ഏത് തരത്തിൽ നമുക്ക് മുമ്പോട്ട് പോകും, വലിയ മോട്ടിവേഷൻ തരുന്ന സെഷനാണ് പ്രവർത്തനങ്ങളാണ് അത്തരത്തിലുണ്ടായത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എങ്ങനെ സാങ്കേതിക വിദ്യകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും, എങ്ങനെ കൂടുതൽ അറിവ് നേടിക്കൊണ്ട് നേരത്തെ കൂട്ടി ഈ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ പ്രധാനമായിട്ട് ചില നിർദ്ദേശങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ട് സെക്ടറിലെ ഒരു ട്രാൻസ്പോർട്ട് സെക്ടർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഉദ്വമനം ഉണ്ടാക്കുന്ന ഒരു മേഖലയായിട്ട് കണക്കാക്കാൻ പറ്റും. വ്യവസായമാണ് പ്രധാനമായിട്ടുള്ളതെങ്കിൽ പോലും ട്രാൻസ്പോർട്ട് സെക്ടറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും അതിനകത്ത് കുറവല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് വ്യാപിപ്പിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ കേരളവും ഇന്ത്യയും അതുപോലെ തെക്കനേഷ്യൻ രാജ്യങ്ങളെല്ലാം നേരിടാൻ പോകുന്ന വളരെ വലിയൊരു വിപത്താണ് ജലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ജലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലഭ്യത, ജലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശുചീകരണ അല്ലെങ്കിൽ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ ആ മേഖലയിൽ നടക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹരിത കേരളം മിഷൻ തന്നെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ കാഴ്ചവെച്ചതും ആ അവതരണങ്ങൾക്ക് നമ്മൾ കാണുകയുണ്ടായി. നെറ്റ് സീറോ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഈ ഹരിത കേരളം മിഷൻ കോർഡിനേറ്റ് ചെയ്ത നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും ലോകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് കാണാം. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയും ഗവേഷകരായിട്ടുള്ള ആളുകൾ ഇത് പബ്ലിഷ് ചെയ്യുകയും അത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും വേണം. ഇതൊക്കെ ഒരു അന്തർദേശീയ ജേർണലുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് ഗവേഷക വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യത്തിലേക്ക് ശ്രദ്ധ. വളരെ വിപുലമായിട്ടുള്ള ഒരു വിവരശേഖരണമാണ് ഹരിത കേരള മിഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഈ വിവരശേഖരണമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളതിന് തർക്കമില്ല. അത്തരത്തിൽ നമ്മൾ അത് അറിയിക്കുകയും വേണം. അത് പല രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഹരിത ഊർജവുമായി ബന്ധപ്പെട്ട് സോളാർ വിൻഡ് എനർജി ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാനായിട്ടാകും. അതുപോലെ തന്നെ എൻവയോൺമെൻ്റൽ ആക്ടിവിസത്തിലേക്ക് ജനങ്ങളെ ഉൾച്ചേർക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. എല്ലാത്തിലേക്കും പോകുന്നില്ല. ഇതിലൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രേഖ തീർച്ചയായിട്ടും തയ്യാറാക്കുന്നു. ആ രേഖ ഹരിത കേരള മിഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് തന്നെ ഞാൻ അതിന് മുതിരുന്നില്ല. വേ ഫോർവേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് എങ്ങനെ പോകാൻ സാധിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു 9ഓളം ടൈറ്റിലുകളുടെ കീഴിലായിരിക്കും ആ രേഖകൾ തയ്യാറപ്പെടുക. അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെ നമുക്ക് നെറ്റ് സീറോ ടാർഗറ്റിലേക്ക് പൂർണ്ണമായിട്ടും കേരളത്തെ എത്തിക്കാനായിട്ടാകും.
രണ്ടാമതായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇക്കോസിസ്റ്റം പൂർണ്ണമായിട്ടും നമ്മളുടെ മാത്രം മാതൃകയായിട്ട് എങ്ങനെ വിപുലീകരിച്ച് നടപ്പിലാക്കാനും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ടാകും എന്നുള്ളത്. മൂന്നാമതായിട്ട് ഇൻ്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റും വാട്ടർ മാനേജ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാതൃകകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജലസുരക്ഷയിലേക്ക് സംസ്ഥാനത്തെ എങ്ങനെ എത്തിച്ചേരാനാകും. ഇപ്പോൾ നമ്മൾ ഒരുപാട് മാതൃകകൾ ഡെവലപ്പ് ചെയ്യുകയും ഒരുപാട് അറിവുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ മൊത്തം ജലസുരക്ഷയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് സാധിക്കും എന്നുള്ളതിന് ഉറപ്പുണ്ട്. ഈ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഉറപ്പുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിനെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് എങ്ങനെ കൊണ്ടുപോകാനായിട്ടാകും എന്നുള്ളതും തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുന്ന കാഴ്ചപ്പാടിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളേണ്ടതായിട്ട് കാര്യമാണ്. കേരളം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദ്രവമാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. ഖരമാലിന്യ പരിപാലനം, വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ശുചിത്വവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം മുമ്പോട്ട് പോകാനായിട്ട് സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചധികം പരിഹരിക്കാനായിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു മാതൃകയും ഒരു സിസ്റ്റവുമായി ഹരിത കേരളം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇന്ന് മാറിയിട്ടുണ്ട്. അത്തരത്തിലൊരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ദ്രവമാലിന്യ പരിപാലനം വളരെ പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം കേരളത്തിലെ ഏതാണ്ട് ടോയ്ലറ്റുകളെല്ലാം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നുകിൽ കുഴികളിലേക്കാണ്, അത് പിറ്റ് ടോയ്ലറ്റ്സ് എന്ന് പറയും. അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കുകളിലേക്കാണ്, ചെറിയ സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ്സ് എന്ന് പറയും. ഇത് രണ്ടും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭൂഗർഭജലത്തെ മലിനീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ആ മലിനീകരണം തടയേണ്ടതായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പ്രശ്നമില്ലായിരുന്നു, കാരണം നമ്മുടെ ജനസംഖ്യ കുറവായിരുന്നു, നമ്മളുടെ ജനസാന്ദ്രത കുറവായിരുന്നു, വീട്ടിലെ ടോയ്ലറ്റും കിണറുകളും തമ്മിലുള്ള ദൂരം ആവശ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലിനീകരണ സാധ്യത വളരെ കുറവായിരുന്നു. ഇന്നങ്ങനെയല്ല, മലിനീകരണ സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട മലിനീകരണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഫീക്കൽ മാറ്റർ എല്ലാം തന്നെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ആധുനിക സാങ്കേതികവിദ്യ നമുക്ക് അഫോർഡബിളായിട്ട് ഇന്ന് ലഭ്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇനിയും നമുക്ക് പരിഹരിക്കാനായിട്ടുണ്ട്. ആ പരിഹാരത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാനുള്ള ധാരണ തീർച്ചയായിട്ടും ഹരിത കേരള മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം. മറ്റൊന്ന് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഹരിത കേരള മിഷൻ ഇനി പുഴ ഒഴുകട്ടെ എന്നൊക്കെ പറയുന്ന ക്യാമ്പയിനിലൂടെ എത്രമാത്രം അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം നിലനിർത്തുന്നതിലൂടെ ദുരന്തങ്ങൾ കുറച്ചു കൊണ്ടുവരാനായിട്ടാകും എന്നൊക്കെയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ദുരന്ത സാധ്യതകളുമായി ബന്ധപ്പെട്ട മേഖലകളുടെ പാരിസ്ഥിതിക ദുർബലത എത്രമാത്രമുണ്ട് അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അതിലൂടെ ഒരു നിർദ്ദേശം ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ജല ഡിമാൻഡുമായി ബന്ധപ്പെട്ട് പച്ചത്തുരുത്ത് പോലെ ഉണ്ടാക്കിയെടുത്ത മാതൃകകളിലൂടെ ജൈവവൈവിധ്യ ശോഷണം എങ്ങനെ തടഞ്ഞു നിർത്താം, കാർഷിക മേഖലയിലുള്ള ജൈവവൈവിധ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, അതുപോലെ തന്നെ ഈ തരിശായി കിടക്കുന്ന വയലുകൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രൈമറി പ്രൊഡക്ഷൻ എത്രമാത്രം വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും കുറച്ചധികം മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കൂടുതൽ സാങ്കേതികവിദ്യകളും സംവിധാനങ്ങളും ഇതിനോട് കൂട്ടിച്ചേർക്കാനുമൊക്കെ സാധ്യമാകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട്, വളരെ വിശദമായിട്ടുള്ള ഒരു വേ ഫോർവേഡ്, എങ്ങനെ നമുക്ക് ഭാവിയെ ഇതിനോട് ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ഉള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളും രേഖകൾ തയ്യാറാക്കാനായിട്ടുള്ള സജഷൻസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യാറാക്കിക്കൊണ്ട് വെബ്സൈറ്റിൽ ഇടാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഹരിത കേരള മിഷൻ്റെ വെബ്സൈറ്റിലിടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ അവതരണം നിർത്തുന്നു. നന്ദി. For comments and responses, I invite Sri Aditya Varghese, Seeds India. Good afternoon. My name is Aditya Varghese. I am the head of the Center of Excellence in Public Finance at the non-profit Seeds in Delhi. So I'd like to thank all the organizers of Hariత Kerala Mission for organizing this wonderful event. It's been very useful.
My reflection, and I won't take too much time, is that looking at the different panels, what I understood is that there is a very serious attempt to integrate social welfare with environment sustainability. And you could see that with the level of participation, the level of discussions that were happening, whether it is in terms of calculating greenhouse gas emissions, issues related to air pollution or water pollution, and the need for more such interventions. So I think this is a very welcome discussion that has happened. Also shows the seriousness of the state government in implementing these projects. I come from the disaster risk finance space, and one thing we know is that climate change and climate risks are increasing the intensity and frequency of disasters that are hitting the state. So these kind of conferences and summits are very important. It is bringing together industry players, academics, and those in government and policymakers. I will just like to end it with this statistic from the World Bank that for every $1 that is spent in prevention, we are able to save $16 in post-recovery relief and rehabilitation compensation. So this is what is the focus, I think, more than anything else, to get that 1:16 ratio integrated to all our projects. Thank you. I invite Dr. Vikas Nimesha, Assistant Professor, IIT Delhi, for comments and responses. Yeah, very good afternoon. So first of all, I would like to congratulate and thanks Dr. Seema and their team for organizing such a wonderful conference. And why it is wonderful, like I would like to say, like it is a timely dialogue that happened in Kerala. So I'm coming from Delhi, and I guess the people of Delhi would better know the actual, I would say, the importance of a good environment, a good air quality. Rather, I would say that from the Kerala people. So what I really want that Kerala to remain Kerala, right? So this is a very beautiful place, and so to remain Kerala as a beautiful Kerala, we should act before we actually make it more disastrous. So I would say the intent of government is very clear that we will focus on the issues related to environment. And so I would say the government can only formulate the policies, but until unless the people actually participate and act over it, it won't happen. So the intent of government is clear, and I also thank people of Kerala, which I really see that the participation from the people of Kerala is tremendous, and which is very clear, and I would like to thanks you all for being here. And so my wishes for the Kerala that will be making Kerala more beautiful in the coming days. And thank you so much. Thank you so much for having me here. Thanks a lot. ഹരിത കേരള മിഷൻ്റെ ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയുമുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമുക്ക് എണ്ണം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് 4-5 സ്ഥാപനങ്ങളെ മാത്രമേ ഒരു ജില്ലയിൽ നിന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ക്ഷണിച്ച മുൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾ, അതിൻ്റെ മേധാവികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴും പായത്തെ ശ്രീമതി രജനിയുണ്ട്, അതുപോലെ തന്നെ മുഴക്കുന്ന് പഞ്ചായത്ത്, നിരവധി പഞ്ചായത്തിൽ നിന്നുള്ള മുൻ ജനപ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹരിത കേരള മിഷൻ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ നേട്ടങ്ങൾക്കെല്ലാം ഉത്തരവാദികളായിട്ടുള്ളവർ, അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ മാതൃക സൃഷ്ടിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നേതാക്കളും അവർക്കൊപ്പം നിന്ന അവിടുത്തെ ജനങ്ങളുമാണ്. അവർക്കൊക്കെ വേണ്ടി പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റ്, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ഇതിലേക്ക് ശ്രീമതി ഷീബയെ വിളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹരിത കേരള മിഷൻ മാതൃകയായി ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്ന മറ്റേ മൂന്ന് പെരിയ ടൗൺ
വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കുറേ മാതൃകകൾ, പായത്തെ പച്ചത്തുരുത്ത്, എനിക്കിപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീച്ചാലും ഞാനിതൊക്കെ പറയും. ആ നിലയിൽ ഏറ്റവും മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മൂന്നുപെരിയ, മനോഹരമായിട്ടുള്ള മൂന്നുപെരിയ ടൗൺ സൃഷ്ടിച്ച മൂന്നുപെരിയ ടീമും, അതുപോലെ തന്നെ അതിൻ്റെ നേരത്തെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻ്റായിരുന്ന ആളുകളെല്ലാം ഇവിടെയുണ്ട്. മുൻ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, മാതൃക സൃഷ്ടിച്ച ആളുകൾ, ഈ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഈ 3 ദിവസത്തെ സമ്മേളനത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം അറിയിക്കാനായി ശ്രീമതി ഷീബയെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഡോക്ടർ സീമ ടീച്ചർ അവർ, അതുപോലെ TPS ഉൾപ്പെടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 3 ദിവസം നടന്ന നമ്മുടെ ഹരിത കേരള മിഷൻ്റെ ദേശീയ തലത്തിലുള്ള സംഗമമാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത്. ആദ്യമേ തന്നെ സീമ ടീച്ചറോട് ഒരു നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെ കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനുള്ള നന്ദി എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷമുണ്ട്. നമുക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു വലിയൊരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മഹാസംഗമം നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഗമം നടക്കുന്നത്. അതിന് തന്നെ ഹരിത കേരള മിഷനുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മുടെ കേരളം സമാനതയില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ നേർക്കാഴ്ചകളാണ് ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകാപരമായി ഏറ്റെടുക്കാൻ പറ്റുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെള്ളം, വൃത്തി, വിളവ് എന്ന് ഉള്ള ആ 3 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കാട്ടാക്കടയുടെ മാതൃകാപരമായ പ്രവർത്തനം, ജലസംരക്ഷണത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇന്ന് നമുക്ക് ഓരോ വീടുകളിലും മഴവെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം നമ്മളെ വീട്ടുമുറ്റത്തേക്ക് വരാതെ ഒഴുക്കി വിടുന്ന രീതിയിലേക്കാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളെ വീട്ടുമുറ്റത്തേക്ക് വെള്ളം വരുന്നത് ഇഷ്ടമല്ല. പക്ഷേ കുടിവെള്ളം ഏപ്രിൽ മാസമാകുമ്പോഴത്തേനും കുടിവെള്ളക്ഷാമം നേരിടുന്നത് നമ്മൾ പലപ്പോഴും ജനപ്രതിനിധികൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കുടിവെള്ളം കിട്ടാതെ. ആ സമയത്താണ് കാട്ടാക്കട എന്നുള്ള ഒരു മണ്ഡലത്തിലൊരു മോഡലായി എടുത്തുകൊണ്ട് പെയ്തൊഴുകുന്ന എല്ലാ മഴവെള്ളം സംഭരിച്ചുകൊണ്ട് അവിടുത്തെ ജലക്ഷാമം പരിഹരിച്ചു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ നേട്ടങ്ങളാണ്. അത് നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്കും മറ്റു പഞ്ചായത്തുകളിലേക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള നീർച്ചാലുകളുടെ സംരക്ഷണം, പുഴകളുടെ സംരക്ഷണമൊക്കെ നമ്മൾ കണ്ടു. മലിനജനങ്ങളെ പുറത്തേക്ക് ഒഴുക്കി വിടുന്നതും അതിനെ ഒഴുക്കി വിടാതെ അതിനെ ശുദ്ധതരമായി സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഒരു മാതൃകകൾ നമ്മൾ കണ്ടു. എല്ലാറ്റിനും ഉപരിയായി നമുക്ക് കണ്ടു നമ്മുടെ 3 കുട്ടികൾക്ക് നമുക്ക് ഈ പ്രകൃതിക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും നമുക്കിവിടെ 3 കുട്ടികളെ ഇവിടെ അവരുടെ ചെയ്ത പ്രവർത്തനങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് നമുക്കൊരു മാതൃകയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളം തന്നെ ഇനിയും മുമ്പോട്ടേക്ക് നമുക്ക് ഒരുപാട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. പണ്ടൊക്കെ മൂക്ക് പൊത്തി നടന്നിരുന്ന സ്ഥലങ്ങളിപ്പോൾ അതിസുന്ദരമായി ശുചിത്വമായി നമുക്ക് ടൂറിസം കേന്ദ്രങ്ങളായി മാറ്റിയെടുക്കുകയാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഹരിത കേരള മിഷൻ എന്ന് തന്നെയാണ്. ഹരിത കേരള മിഷൻ ചിലപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റും, ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ കേരളം ഒരിക്കലും ഇപ്പോഴും പഴയതുപടി തന്നെ ഉണ്ടാകും, ഇതുപോലെയായി തീരില്ല. തീർച്ചയായും അവരുടെ നിരന്തരമായ ഇടപെടൽ, സീമ ടീച്ചറെയും DPS ആയാലും നമ്മുടെ എല്ലാ ജില്ലയിലെ കോർഡിനേറ്റർമാരായാലും നിരന്തരമായ ഇടപെടലാണ് ഇതിനു വേണ്ടി ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി നടത്തിയിട്ടുള്ളത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ അവരാദ്യം കയറി പോകുന്ന സമയത്തൊന്നും ആരും ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ തന്നെ ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം തന്നെ പലപ്പോഴും ജനങ്ങൾ നിങ്ങൾക്ക് ഇതേ പണിയുള്ളൂ, പ്ലാസ്റ്റിക് വർക്കുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. പക്ഷേ ആ പറഞ്ഞവരൊക്കെ തന്നെ പിന്നീട് നമ്മുടെ കൂടെ ചേർത്ത് നിന്നതും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മൂന്നുപെരിയ എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്നൊരു പട്ടണമാണ് സീമ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അവിടെയുള്ളത് ജനകീയ കൂട്ടായ്മയോടെ, അതും നമ്മളിവിടെ കണ്ടു. പല പഞ്ചായത്തുകളിലും പല സ്ഥാപനങ്ങളിലും ജനകീയ കൂട്ടായ്മയോടെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ മൂന്നുപെരിയയിലും ഈ ജനകീയ കൂട്ടായ്മയോടെ തന്നെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നേടിയിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ
കുറച്ച് ആൾക്കാരുകൾ, ഒരു ടീം ആൾക്കാരുകൾ അവിടെ കയറി എന്നും രാവിലെ 5 മണി മുതൽ അത് ശുചീകരിക്കുകയും വൃത്തിയാക്കുകയും പരിപാലിക്കുകയും ചെയ്യും. മാത്രമല്ല അവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഇന്ന് പെരളശ്ശേരി 3 പെരിയ പിന്തുടർന്നുകൊണ്ട് തന്നെ 3-ാം പാലവും അതുപോലെ തന്നെ വെള്ളച്ചാലും പെരളശ്ശേരി ഒക്കെ തന്നെ ഇതേപോലെ അതിമനോഹരമാകുകയും ജനകീയമായൊരു ടീമിനെ ഉണ്ടാക്കിയെടുത്ത് അതിന് അവിടെ സ്ഥിരമായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ മാത്രം ഒരു ഇടപെടൽ കൊണ്ടിൽ മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഹരിതകേരള മിഷൻ ഒരു പ്രസ്ഥാനം തന്നെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ചെയ്തത്. നമ്മളെ പുറകിൽ നിന്ന് പറഞ്ഞ് പ്രോത്സാഹനം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം പറഞ്ഞു തരാൻ ഒരാളുള്ളത് കൊണ്ടാണ്, നമ്മൾക്കുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു തരാനുള്ളത് കൊണ്ടാണ് നമുക്കത് അത്രയും നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഒരു ഹരിത പഞ്ചായത്താക്കി പെരളശ്ശേരി പഞ്ചായത്തിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹരിത കേരള മിഷൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. എന്ത് തന്നെ ആയാലും ഇന്ന് നമ്മുടെ സംസ്ഥാനം മൊത്തം മാറിയിട്ടുണ്ട്. പെരളശ്ശേരി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം മൊത്തം മാറിയിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മാറിയിട്ടുണ്ട്. അതിനൊക്കെ ഇടപെടൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഹരിത കേരള മിഷൻ തന്നെയാണ്. ഈ ഒരു സംഗമം തീർച്ചയായും നമുക്ക് ഇനിയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഒരു സംഗമം അതിന് സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് നമുക്ക് പറയാനുള്ളത്. ഒരു തുടർച്ച കൂടി നമുക്ക് ഇനി അടുത്ത ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജവും ഉന്മേഷവും കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു സംഗമം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത്തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും, എല്ലാ മേഖലയിലുള്ള ഇടപെടലും നമ്മൾ എന്ത് കണ്ടു. കാരണം ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറും ഒരു നമ്മുടെ പച്ചപ്പുണ്ടാക്കുക എന്നത് മാത്രമല്ല, ഊർജ്ജ സംരക്ഷണത്തിനായാലും പ്രകൃതി നെറ്റ് സീറോ കാർബണിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ മിഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. തീർച്ചയായും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഹരിത കേരള മിഷൻ്റെ കൂടെ ഉണ്ടാകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ വന്ന എല്ലാ ഈ പ്രതിനിധികളും, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതികളും തീർച്ചയായിട്ടും നാളെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹരിത കേരള മിഷൻ്റെ കൂടെ ഉണ്ടാകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ 3 ദിവസത്തെ സമ്മേളനത്തിൽ അത്രയും കെയർ ചെയ്തിട്ടാണ് സമ്മേളനം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ ജനപ്രതിനിധികൾക്ക് താമസിക്കാൻ സൗകര്യങ്ങളായിക്കോട്ടെ, ഭക്ഷണത്തിനായിട്ട് ആയിക്കോട്ടെ, ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മിഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സംഘടിപ്പിച്ച സീമ ടീച്ചർക്കും എല്ലാവർക്കും, ഹരിത കേരള മിഷൻ്റെ എല്ലാ RP-മാർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കണം, എന്തായാലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ഭാഗ്യമായി കരുതിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തും. യോഗത്തിൽ ഉപസംഹാര പ്രസംഗത്തിനായി ഡോക്ടർ TN സീമ മാഡത്തിനെ ക്ഷണിക്കുന്നു. ഈ 3 ദിവസത്തെ ദേശീയ സമ്മേളനം ഹരിത കേരളം ടീമിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉൾപ്പെടുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിശോധന, ഒരു സ്വയം പരിശോധനയും കുറേ കൂടി തെളിമയോടെ ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ മുന്നിൽ നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള, അതിനാവശ്യമായിട്ടുള്ള പുതിയ ധാരണകളും തിരിച്ചറിവുകളും ഒക്കെ കിട്ടുന്നതിനുള്ളൊരു അവസരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിലയിൽ ഇത് സംഘടിപ്പിക്കപ്പെട്ടത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പുറത്തുനിന്ന് വന്ന വിദഗ്ധരും അതോടൊപ്പം കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിവിധ വിഭാഗത്തിൻ്റെ പ്രതിനിധികളും അടങ്ങുന്നൊരു സദസ്സാണ് ഈ സമ്മേളനത്തിനുള്ളത്. ഇവിടെ വർമ്മ സാറ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡൈനാമിക്സ് പറഞ്ഞു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു മിഷൻ രൂപപ്പെട്ട് വന്നത്? ഒട്ടും എളുപ്പമുള്ളൊരു യാത്രയായിരുന്നില്ല. കാരണം സാധാരണ മിഷനുകൾ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് വരിക. ഹരിത കേരള മിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നൊരു മിഷനാണ്. നേരിട്ട് തന്നെ 3 വകുപ്പുകൾ ഈ മിഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അല്ലാതെയുള്ള മറ്റു പല വകുപ്പുകളുമായിട്ടും ഈ മിഷന് നിരന്തരം ബന്ധപ്പെടേണ്ടതുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതാരാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് എപ്പോഴും നമുക്കൊരു വേവലാതിയാണ്.
കാരണം ഇത് വകുപ്പുകൾക്ക് അപ്പുറം നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് സർക്കാർ കണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ കാലത്തും നമുക്ക് ഊർജവും വഴികാട്ടിയുമായിട്ട് ഹരിത കേരള മിഷൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ ഓരോ മിഷൻ യോഗത്തിലും ഉണ്ടായതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച നിരവധി ക്യാമ്പയിനുകൾ വന്നിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ 1 കോടി തൈ നടുന്ന ഒരു തൈ നടാം എന്നുള്ള ആ ക്യാമ്പയിൻ, ഒരു ദിവസം ഞാൻ ആ ഒരു അനുഭവം പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്കായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ മറ്റ് ചില സ്ഥലങ്ങൾ കൂടി അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ആ യാത്രയിൽ വിമാനത്തിൽ വെച്ചോ അതല്ലാത്ത സമയത്തോ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് പാഡിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ എഴുതിയ ഒരു കുറിപ്പ് അദ്ദേഹം വാട്സപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവാറുള്ള സഹായിയുടെ ഫോണിൽ നിന്ന് വാട്സപ്പ് ചെയ്ത് അയച്ചു തന്നിട്ട് പറഞ്ഞു, മരങ്ങൾ ഇത്രയും നട്ടാൽ പോരാ. കുറിപ്പിൽ പറയുന്നത് അതാണ്, മരങ്ങൾ ഇത്രയും നട്ടാൽ പോരാ. ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനത്തിൽ വൃക്ഷവൽക്കരണത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം അത് നല്ല ചൂടുള്ളൊരു സമയത്താണ് ഈ യാത്ര അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലായിടത്തും മനുഷ്യർക്ക് തണൽ കൊടുക്കാനുള്ള മരങ്ങൾ വേണം. അതുകൊണ്ട് പച്ചത്തുരുത്ത് മാത്രം പോരാ, നമ്മുടെ വൃക്ഷവൽക്കരണം, പച്ചത്തുരുത്തിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം നമുക്ക് വിപുലമാക്കാൻ കഴിയും. അത് മാത്രമല്ല, വെള്ളത്തെക്കുറിച്ചും വെള്ളം എങ്ങനെയാണ്, പുഴകൾ നമ്മൾ ഇതുവരെ വീണ്ടെടുത്തിട്ടുണ്ട്. ഹരിത കേരളത്തിൻ്റെ ഭാവി പരിപ്രേക്ഷ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ അടുത്തതായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇത്രയും ആഴത്തിലുള്ള ഒരു ചിന്തയും അതിൻ്റെ ഭാഗമായി വരുന്ന നിർദ്ദേശങ്ങളും അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. എന്തെല്ലാം തിരക്കുള്ള ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലും അവിടെ ഇരുന്നുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ കുത്തി കുറിച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു തരികയാണ്. അദ്ദേഹം തിരിച്ചിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വലിയ ചർച്ച നടത്തി. എല്ലാവരും ബന്ധപ്പെട്ട ഹരിത കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, അതൊരു പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ ഫോറസ്ട്രിയുമായിട്ട്, KFRAയുമായിട്ട്, കാർഷിക യൂണിവേഴ്സിറ്റിയുമായിട്ട്, സർവകലാശാലയുമായിട്ട്, കൃഷി വകുപ്പുമായിട്ട് ആരെയൊക്കെ കൂടെ ചേർക്കാമോ അവരെല്ലാം ചേർത്തുകൊണ്ട് ഞങ്ങൾ ചർച്ച നടത്തി പരിപാടിയാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരിച്ചു പോന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നൽകി ഞങ്ങൾ. ഇതാണ് ഞങ്ങൾ വിചാരിക്കുന്ന പരിപാടി. വലിയ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഒരു തൈ നടാമെന്നുള്ള പദ്ധതി. കാരണം ജൂൺ 5-ാം തീയതിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ജൂൺ 5 എന്നുള്ള ഒരൊറ്റ ദിവസത്തിൽ നമ്മളൊരു പേര് കാണിക്കേണ്ട ആവശ്യമില്ല. 1 കോടിയിലധികം, ഞങ്ങളുടെ കണക്കപ്പിള്ള സുരേഷ് ഇവിടെ ഉണ്ടെങ്കിൽ പറയും, ഒരു 1.25 കോടിയോളം അല്ലേ സുരേഷേ? 1 കോടി 10 ലക്ഷമോ 15 ലക്ഷമോ അല്ലേ? അത്രയും തൈകളിലേക്ക് പോയി. നമ്മളിതൊരു കള്ളം പറയുന്നല്ല. ഇവിടെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ട്. ഓരോ സ്ഥലത്തും ചെന്ന്, സ്കൂളുകളിൽ ചെന്ന്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ചെന്ന്, മറ്റ് സ്ഥാപനങ്ങളിൽ ചെന്ന്, എല്ലായിടത്തും കഴിയുന്നത്ര തൈകൾ, പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികൾ തൈകൾ, ചങ്ങാതിക്കൊരു തൈ, പല പല ക്യാമ്പയിനുകളിലേക്ക് അത് മാറി. അപ്പോൾ ഇതൊരു വിഷൻ്റെ ഒരു ഫലമാണ്. ഇത് മുന്നോട്ട് കാണാനുള്ളൊരു കഴിവിൻ്റെ, ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. 10 വർഷമായിട്ടുള്ള ഹരിത കേരള മിഷൻ്റെ നേട്ടത്തിൽ ഈ ദീർഘവീക്ഷണത്തോടുള്ള നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്, ഒരു സംശയവും കൂടാതെ പറയാം. അദ്ദേഹം വെറുതെ ഇതിന് നേതൃത്വം കൊടുക്കുകയല്ല ചെയ്തത്. എന്താകണം, പച്ചപ്പിലേക്കുള്ള കേരളത്തിൻ്റെ യാത്ര എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബദൽ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയുള്ള, നേരത്തെ ഇവിടെ ഡോക്ടർ രവിരാമൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്, കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. സാമൂഹ്യ നീതിയെക്കുറിച്ചും സാമ്പത്തിക നീതിയെക്കുറിച്ചും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സമൂഹം ഇന്ത്യയിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മാറ്റമുണ്ടായത്. ചർച്ച കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെയാണ് കേരളം മാറിയത്.
അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇതിൻ്റെ തുടർച്ചയായി ചർച്ച ചെയ്യേണ്ടത് പരിസ്ഥിതി നീതിയെക്കുറിച്ചിട്ടുള്ളത് തന്നെയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ശുദ്ധവായു, എല്ലാവർക്കും ശുദ്ധജലം, എല്ലാവർക്കും സുരക്ഷിതമായ ഭക്ഷണം, എല്ലാവർക്കും തണൽ. ഈ സാമൂഹ്യ നീതി, ഈ പരിസ്ഥിതി നീതി ഉറപ്പാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേവലം കാർബൺ ന്യൂട്രൽ സൃഷ്ടിക്കുക എന്നുള്ളൊരു കൗതുകത്തിൻ്റെ പേരിൽ ഒരു പ്രഖ്യാപനം നടന്നതുകൊണ്ട് ചെയ്യാം, അതിൻ്റെ പേരിൽ വരുന്നതല്ല. കേരളം മുഴുവൻ മാലിന്യം കൊണ്ട് നിറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അധികം പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ആരോഗ്യം മോശമായാൽ, ചികിത്സാ ചെലവുകൾ താങ്ങാൻ പറ്റാതെ വന്നാൽ, പുതിയ തലമുറയ്ക്കിലേക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അതൊരു സമൂഹത്തെ ബാധിക്കും. അതുകൊണ്ട് മാലിന്യ സംസ്കരണം, കേരളം ഒരു ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുക എന്നതൊരു സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായി വന്നാൽ, പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ്റെ ഭാഗമായി വന്ന വൃത്തി. ഇവിടെ വർമ്മ സാർ അത് പറഞ്ഞു. അവിടെ ഏറ്റവും വലിയ ഒരു നേതൃത്വം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെയായിരുന്നു. ഇവിടെ നമ്മുടെ പായം പഞ്ചായത്ത് പ്രസിഡന്റ് രജനിയോടും ഷീബിയോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ. ഇവിടെ ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു, ചിലരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ. പ്രസിഡന്റുമാർ മാത്രമല്ല, വൈസ് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, അംഗങ്ങൾ, അവരുടെ കൂടെ നിന്ന ആളുകൾ, ഹരിതകർമ്മസേന, VOമാർ, ഇതൊരു വലിയ ടീമായിരുന്നു. ഹരിത കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോഡൽ പോയിൻ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇത് മനസ്സിൽ കൊണ്ടിട്ടുള്ള, പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വം മനസ്സിൽ, ഹൃദയത്തിലേറ്റ കുറേയധികം മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഹരിത കേരളം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ അഭിനന്ദിക്കുന്ന ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾ നമ്മളോടൊപ്പം ചേർന്നു. കുട്ടികൾ നമ്മളെ പലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം യൂത്ത് പാർലമെൻറ്റിൽ വന്ന കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വൃത്തി എന്ന് പറയുന്നതൊരു വലിയൊരു മനോഭാവ മാറ്റം, ജീവിതശൈലിയുടെ മാറ്റം എന്ന് പറയുന്ന ദുഷ്കരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മാറിയെന്ന് നോക്കുമ്പോഴത് കാണുന്നത്. ഇന്നിപ്പോൾ നമുക്കൊരു സംവിധാനമുണ്ട്, MCF ഉണ്ട്, RRF ഉണ്ട്, ഹരിതകർമ്മസേനയുണ്ട്. ആ ഹരിതകർമ്മസേനയെ കൂടുതൽ സാങ്കേതികമായിട്ടും കൂടുതൽ സുസ്ഥിരമാക്കി മാറ്റുക, ഈ സംവിധാനത്തെ കൂടുതൽ സുസ്ഥിരമാക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹരിത കേരള മിഷന് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞ വാചകം കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് ഇവിടെയല്ല മറ്റൊരു വേദിയിൽ ആവർത്തിച്ചിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി ഒഴുകുന്ന തോട്ടിലെ വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിക്കാൻ തോന്നണം. ഒരു കാലത്ത് നമ്മൾ കുടിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ കുടിക്കാറില്ല. കാരണം അത് മലിനമാണ്. അപ്പോൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന, കേട്ടാൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്തെ കൊല്ലയിൽ പഞ്ചായത്തിലെ അവിടുത്തെ ഏലായിൽ അതിൻ്റെ വശത്തുണ്ടാക്കിയ ഒരു വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത്. അതിനുശേഷം നടന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുന്ന വെള്ളമായി മാറിയിട്ടില്ല. നമ്മളിപ്പോൾ ആരും പുഴയിലെ വെള്ളം കുടിക്കാറില്ല. കാരണം ഇപ്പോൾ നമുക്ക് ആരോഗ്യത്തെക്കുറിച്ചൊക്കെ കുറേ കൂടി ബോധമുണ്ട്. തിളപ്പിച്ച വെള്ളമാണ് കൂടുതൽ ആളുകളും കുടിക്കുന്നത്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് പുഴയിൽ കുളിക്കുന്ന സമയത്ത് അതിലെ വെള്ളം അകത്താക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുഴയിൽ കുളിക്കാനും വിഷമമുണ്ട്. പക്ഷെ കുറേയധികം സ്ഥലങ്ങളിൽ ഒഴുകുന്ന വെള്ളമായി മാറിയില്ലേ? കെട്ടിക്കിടന്നിരുന്ന പുഴകൾ ഒഴുകാൻ തുടങ്ങി. പുതിയ നീർച്ചാലുകൾ രൂപം കൊള്ളുന്നത് നമ്മൾ കണ്ടു. മീനച്ചിലാർ, മീനന്തലാർ, കൊടൂരാർ പുനർനദീ സംയോജനത്തിൽ കണ്ടതുപോലെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുഴകൾ തിരിച്ചെടുത്തു. നമ്മളുടെ ഒരു പ്രചരണം തന്നെ, ഒരു ക്യാമ്പയിൻ തന്നെ ജലശൃംഖലകളെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മുടെ ഞരമ്പുകൾ, നാഡീ ഞരമ്പുകൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടാണ് നീർച്ചാലുകൾ കിടക്കുന്നത്. ഒരിടത്ത് മലിനമായാൽ എല്ലായിടത്തും മലിനമാകും. 10,000-കണക്കിന് മനുഷ്യരാണ് ആ യജ്ഞത്തിൽ പങ്കാളിയായത്. 86,000 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ നീർച്ചാലുകളിൽ ആവർത്തിച്ചിട്ടുള്ള വീണ്ടെടുക്കൽ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ കണക്കുകളാണ്. 100,000-ലധികം കിലോമീറ്റർ നീളത്തിൽ നമ്മൾ നീർച്ചാലുകൾ വീണ്ടെടുത്തിട്ടുണ്ട്. ചില തോടുകൾ വീണ്ടും വൃത്തിയാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രശ്നമാണ്. കാരണം നമ്മളത് വീണ്ടും ശുചിയായി സൂക്ഷിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കാത്ത, ഇപ്പോൾ ജലവിഭവ വകുപ്പ് താഴേക്ക് വിട്ടുകൊടുത്തിട്ടുള്ള വകുപ്പല്ല. പക്ഷേ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരടക്കം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് സാങ്കേതിക സമിതി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ നീർത്തട പ്ലാനുകൾ ഉണ്ടാക്കിയത്, നീർച്ചാലുകൾ വീണ്ടെടുത്തത്, അതിൻ്റെ തുടർച്ചയായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത്, ജലഗുണ പരിശോധനാ ലാബുകൾ സ്ഥാപിച്ചത്. ഒരു ജലമേഖലയിൽ തന്നെ വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് പശ്ചിമഘട്ട മേഖലയിലെ മാപ്പത്തോൺ എന്ന് പറയുന്നത്. അതിലേറ്റവും ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഹരിത കേരളത്തിൻ്റെ ടീം, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, ഇൻറ്റേൺസ് അടങ്ങുന്ന ചെറുപ്പക്കാർ. അവരാണ്, ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ള ആളുകളും, അവരാണ് കാടും മേടും താണ്ടി ഇടുക്കിയിലെയും വയനാടിലെയും പാലക്കാട് എല്ലായിടത്തും. കാരണം പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ മലയോര പ്രദേശമാണല്ലോ. കൊല്ലത്ത് ഞങ്ങളിവിടെ അങ്കലാപ്പോടെ ഇരിക്കും, കാരണം അവരങ്ങനെ പോകുമ്പോൾ ചെറുപ്പക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, വന്യമൃഗങ്ങളുണ്ടാകുമോ? നേരിട്ട് പോയി തയ്യാറാക്കിയ മാപ്പുകൾ, 51,000 കിലോമീറ്ററിലധികം നീർച്ചാലുകളാണ് ഈ മാപ്പത്തോണിലൂടെ തയ്യാറാക്കി ആ ഡിജിറ്റൽ മാപ്പ് പൂർണ്ണമായിട്ടും 230 പഞ്ചായത്തുകൾക്ക് കൈമാറിക്കഴിഞ്ഞു. അവർക്ക് എളുപ്പത്തോടെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, തുടർ ഇടപെടലുകൾ അവർക്കവിടെ നടത്താൻ കഴിയും. കേരളത്തിൻ്റെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, സുരക്ഷിത ഭക്ഷണം, അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിളവ് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. സുഭിക്ഷ കേരളം കൃഷി വകുപ്പിൻ്റെ മറ്റും നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത സുഭിക്ഷ കേരളം പദ്ധതിക്ക് ഹരിത കേരളം പൂർണ്ണ പിന്തുണയുമായിട്ട് നിന്നു. നമ്മുടെ വാർഡുകൾ ഹരിത സമൃദ്ധി വാർഡുകളാക്കാൻ തരിശുരഹിത പഞ്ചായത്തുകൾ, എത്രയോ പഞ്ചായത്തുകൾ, കണ്ണൂരിലൊക്കെ നിരവധി പഞ്ചായത്തുകളാണ് തരിശുരഹിത പഞ്ചായത്തുകളായി മാറിയത്. തിരുവനന്തപുരത്തെ പാറശാല മണ്ഡലമാണ് കേരളത്തിൽ ആദ്യത്തെ തരിശുരഹിത മണ്ഡലമായി മാറിയത്. വലിയൊരാവേശം. നമുക്കറിയാം കൃഷിക്ക് പരിമിതികളുണ്ട് കേരളത്തിൽ. പക്ഷെ എങ്കിൽ പോലും ആ പരിമിതമായ ഭൂമിയിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്യാൻ തയ്യാറായി. അതിലേറ്റവും അധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കുടുംബശ്രീയിലെ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പിലെ സ്ത്രീകൾക്കാണ്. അവർ കർഷകരൊന്നും ആയിരുന്നില്ല, പക്ഷെ അവർ കർഷകരായി മാറി. അതേപോലെ തന്നെ എത്രയോ കാലങ്ങളായിട്ട് കൃഷി ചെയ്യാതിരുന്ന ഇടങ്ങളിലേക്ക് കൃഷി തിരിച്ചു വരുമ്പോൾ സാഹസികമായി തന്നെ ആ കൃഷിയെ ഏറ്റെടുക്കാൻ തയ്യാറായ കർഷകരുണ്ട്. ചിലരൊന്നും കർഷകരല്ല, ക്ലബ്ബുകളാണ്, യുവജന കൂട്ടായ്മയാണ്. ഇവിടെ ആദിവാസി നമ്മുടെ സഹോദരി നീലമ്മ, ഞങ്ങളുടെ കൂട്ടുകാരിയാണ് നീലമ്മ. നീലമ്മയെ കാണുക, നീലമ്മയുടെ കട്ടമുടിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന പോലത്തെ ഒരു അനുഭവമാണ്. കാരണം അവിടെ അത്രമാത്രം ദുഷ്കരമായൊരു സാഹചര്യത്തിൽ ഹരിത കേരള മിഷൻ, നിങ്ങൾക്കെല്ലാം അറിയാമോയെന്ന് എനിക്കറിയില്ല, ഹരിത കേരള മിഷന് ഒരു നയാ പൈസയുടെ ഫണ്ട് നാട്ടിലിടപെടാൻ വേണ്ടി കിട്ടുന്നില്ല. കാരണം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരമാകും. ഞങ്ങൾ ഫണ്ടുള്ള വകുപ്പാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. നമുക്ക് കിട്ടുന്ന ഫണ്ടെന്ന് പറയുന്നത് ഈ 4 മിഷനുകളുടെയും ഭരണപരമായ കാര്യങ്ങൾ, വാടക പോലെയുള്ള കാര്യങ്ങൾ, ഓഫീസ് വാടക പോലെയുള്ള കാര്യങ്ങൾക്കും ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിനും വേണ്ടിയുള്ള പൈസ മാത്രമാണ്. പിന്നെ കുറച്ച് പ്രചരണത്തിനും IECക്കും കിട്ടുന്ന പൈസയാണ് ഹരിത കേരളത്തിനുള്ളത്. പക്ഷേ ഇടക്കാലത്ത് വർമ്മ സാറിൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ട് UNDP പ്രോജക്റ്റിൻ്റെ ഒരു SPV ആയിട്ട്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് പ്രവർത്തിക്കാൻ ഹരിത കേരളത്തിനൊരു അവസരം കിട്ടി. ഇടുക്കി ജില്ലയായിരുന്നു പ്രധാനം. അതിൻ്റെ ഭാഗമായി കിട്ടിയ കുറച്ച് ഫണ്ടും വകുപ്പുകളിൽ നിന്ന് കിട്ടിയ ഫണ്ടും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് കട്ടമുടിയിലെ ഇടപെടൽ നടത്തിയത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ശർക്കര കൊണ്ടുവന്ന എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, മറയൂർ. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ തല ഓഫായി പോണു. മറയൂർ ശർക്കര, അവിടെ ശർക്കര ആളുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഉൽപ്പാദന ശേഷിയുള്ള ശർക്കര ഉണ്ടാക്കാൻ, കൂടുതൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനം കുറിച്ചുകൾ എളുപ്പമാക്കാൻ, അതിനൊക്കെ കുറച്ച് സഹായിക്കാൻ ഹരിത കേരളത്തിന് കഴിഞ്ഞു. ഇപ്പോൾ നീലമ്മ വലിയ കർഷകയാണ്. ഇന്ന് മാത്രമല്ല, നീലമ്മയാണ് കാരണോത്തി. നീലമ്മയുടെ കൂടെ ആ കുടി മുഴുവൻ നിൽക്കും. നീലമ്മ നെൽകൃഷി ചെയ്തു, ഇപ്പോൾ നീലമ്മ റാഗി കൃഷി ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലവും കാനാമ്പുഴയിൽ അരി കൊണ്ടുവന്നത്, കാനാമ്പുഴയിൽ കൂടെ നടന്ന ഓർമ്മ എനിക്കുണ്ട്. കണ്ണൂരുകാർക്കറിയാം കാനാമ്പുഴ ഒരു മാലിന്യവാഹിയായിട്ടുള്ളൊരു തോടെന്ന് പോലും പറയാൻ കഴിയില്ല, ഒരു ഓട പോലെയായിരുന്നു.
അതിലൂടെയാണ് നമ്മുടെ നേതാക്കളെല്ലാം ഇറങ്ങി നടന്നത്. ആ കാനാമ്പുഴയിലൂടെ ഇപ്പോൾ പോകുമ്പോൾ തിരുവനന്തപുരത്താണല്ലോ ജീവിക്കണമെന്നുള്ളൊരു വിഷമം എനിക്കുള്ളത്. കാരണം കാനാമ്പുഴ ആ പ്രദേശത്തായിരുന്നെങ്കിൽ ഞാൻ രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ നടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒഴിവ് കഴിവ്. പക്ഷേ കണ്ണൂർ കാനാമ്പുഴയിൽ പോയി കഴിഞ്ഞാൽ മനോഹരമായ വൈകുന്നേരങ്ങളും പ്രഭാതങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് മനുഷ്യരുടെ സ്വപ്നമാണത്. കാനാമ്പുഴ അരി വന്നു. പെരപ്പമൺകാട് തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊന്ന് പോയി നോക്കാവുന്നതാണ്. മുതാക്കലെ പെരപ്പമൺകാട് കുറേ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഇന്നവിടെ കാർഷിക സംസ്കൃതി വരുന്നു, ടൂറിസം വരുന്നു. ഇതൊക്കെ കേരളത്തിൻ്റെ നേരത്തെ കഴിഞ്ഞ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ ബേഡകം മുതലുള്ള അരിയുടെ നിരവധി ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. കൊടുമൺ അരി അടക്കം നിരവധി ബ്രാൻഡുകൾ ഇറങ്ങി. ഇത് സാധ്യമാണ് എന്ന് നമ്മുടെ നാടിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മാറ്റം സാധ്യമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പച്ചത്തുരുത്തുകൾ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 4000-ലധികം പച്ചത്തുരുത്തുകൾ 1200-ലധികം ഏക്കർ ഭൂമിയിലാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഒരു 3-4 പരാതികൾ എനിക്ക് കിട്ടി. പച്ചത്തുരുത്തിലെ മരം മുറിച്ചു, പച്ചത്തുരുത്തിനെ ശ്രദ്ധിക്കുന്നില്ല, പച്ചത്തുരുത്ത്. അപ്പം എനിക്ക് സന്തോഷം തോന്നി. മരം മുറിച്ചു എന്ന് കേട്ടപ്പോൾ വിഷമമായെങ്കിലും അതൊക്കെ നമ്മൾ അന്വേഷിച്ചു, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷിച്ചു. പക്ഷെ കൂടുതൽ ആളുകൾ ഇതിനെ ചേർത്ത് പിടിക്കുകയാണ്. പച്ചത്തുരുത്ത് നമ്മൾ ഈ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പച്ചത്തുരുത്ത് ആവശ്യമാണ്. വൃക്ഷവൽക്കരണം നേരത്തെയൊക്കെ ഒരു യാന്ത്രികമായി പോയപ്പോഴാണ് നമ്മൾ പച്ചത്തുരുത്തിലേക്ക് വന്നത്. ഇപ്പോൾ വ്യാപകമായി വൃക്ഷവൽക്കരണവും നടക്കുന്നുണ്ട്, പച്ചത്തുരുത്തുമുണ്ട്. പച്ചത്തുരുത്തിൻ്റെ ഒരു പഠനം ഞങ്ങൾ 2022 നടത്തിയപ്പോൾ അത് കാണിച്ചു തരുന്നത് കേരളത്തിൻ്റെ പ്രാദേശിക ജൈവ വൈവിധ്യം കൂടുതൽ സമ്പന്നമായിരിക്കുന്നു. കഴിഞ്ഞൊരു സെഷനിൽ ടി പി സുധാകരൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സസ്യാവരണത്തെക്കുറിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ടീം ഇപ്പോൾ ഒരു പഠനം നടത്തി. അവരിവിടെ ഈ നമ്മുടെ സെഷനിൽ വന്ന് പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. 6% വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ സസ്യാവരണം. ഇനി ഇതുപോലുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് നടക്കേണ്ടതുണ്ട്. മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തെ ഗുണപരമായിട്ട് എത്രമാത്രം മാറ്റം വന്നു അളവുപരമായും ഗുണപരമായും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം നമ്മൾ വാസ്തവത്തിൽ ചിതറിക്കിടക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുകയല്ല കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വിഭാഗം ജനങ്ങളും സർക്കാരും എല്ലാം ചേർന്നത്. ചിതറിക്കിടക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പരിസ്ഥിതിയെ സമഗ്രമായി തന്നെ കണ്ടുകൊണ്ടുള്ള സർഗാത്മകമായ ഇടപെടലുകൾ നടത്താനുള്ള ശ്രമമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് വാഷിങ്ടണിൽ നിന്ന് സിയാറ്റിൻ മൂപ്പനെ കാണാൻ വേണ്ടി വാഷിങ്ടണിൻ്റെ പ്രതിനിധി ചെല്ലുന്നത്. ആ പ്രതിനിധി ചെന്ന് സിയാറ്റിൽ ഞങ്ങൾക്ക് വിലയ്ക്ക് വേണം എന്ന് പറയുമ്പോൾ അന്നത്തെ ആ സിയാറ്റിൽ മൂപ്പന്, ആദിവാസി മൂപ്പന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഭൂമി വിൽക്കാനോ, ഭൂമി വിൽപ്പനയ്ക്കുള്ളതാണോ, കച്ചവടത്തിനുള്ളതാണോ? സിയാറ്റിൽ മൂപ്പൻ്റെ വാക്കുകൾ വളരെയധികം പ്രചാരമുള്ള വാക്കുകളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രകൃതി നെയ്യുന്ന ജീവവസ്ത്രത്തിൻ്റെ ഒരു ഇഴ മാത്രമാണ് മനുഷ്യൻ. ആ ഇഴ മാത്രമായ മനുഷ്യൻ്റെ വിചാരം എന്താണ്? ഞാൻ പ്രകൃതിക്ക് മേലാണ് എന്നാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജൈവബന്ധം ഇല്ലാതാകുമ്പോഴാണ് പ്രകൃതിയിന്മേലുള്ള അനാവശ്യമായ ചൂഷണം, മുതലാളിത്തത്തിൻ്റെ അന്തമില്ലാത്ത ദുരാർത്തി അത് വർദ്ധിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ആഗോളതാപനം ഉൾപ്പെടെയുള്ള കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജൈവബന്ധത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. നവകേരളം സൃഷ്ടിക്കുമ്പോൾ ആ നവകേരളം സുസ്ഥിരമായ പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്തിക്കൊണ്ട് സുസ്ഥിരമായൊരു പരിസ്ഥിതി വീണ്ടെടുത്തിട്ടുള്ള കേരളമാകണം. കാരണം നവകേരളം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയുള്ളൊരു കരുതലാണ്. 10 വർഷം നമ്മൾ ഈ നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും ഹരിത കേരളം സ്വപ്നം കാണുകയും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കാര്യങ്ങളിൽ ഇടപെടുമ്പോഴെല്ലാം ഇതേ ചിന്തയോടെ നടക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറി നിന്നാലും ഞങ്ങളുടെ ചിന്തയിലും സ്വപ്നത്തിലും എല്ലാം ഇതുണ്ടാകും. എനിക്ക് തോന്നുന്നു ഹരിത കേരളവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. അത് ജനപ്രതിനിധിയായാലും, അതല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരായാലും, അതല്ല എങ്കിൽ ഉദ്യോഗസ്ഥരായാലും,
ഒരിക്കൽ നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഹരിത കേരളത്തിൻ്റെ ഭാഗം തന്നെ ആവണം എന്നല്ല, പക്ഷെ ഒരിക്കൽ നമ്മൾ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മളെ പറിച്ചെടുക്കൽ അത്ര എളുപ്പമല്ല. ആ നിലയിൽ കുറേയധികം പരിസ്ഥിതിയെ ഹൃദയത്തിൽ ചേർക്കുന്ന മനുഷ്യരെ കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിന് എന്ന സന്തോഷത്തോടെയാണ് ഹരിത കേരള മിഷൻ 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. കൂടെ നിന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. ആദ്യത്തെ 5 വർഷത്തെ ജനപ്രതിനിധികൾ അവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടത്. കാരണം ശുചിത്വത്തിന് ആവശ്യമായൊരു സംവിധാനം ഉണ്ടാക്കുക, പ്രചരണത്തിൻ്റെ പുതിയ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, ഒരു കൂടെ നിൽക്കാനുള്ള പാർട്ട്നേഴ്സിനെ, ആരൊക്കെയാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, അവർ വഴികാട്ടി. പിന്നീട് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുക്കാത്ത ചില സ്ഥലങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും അവിടങ്ങളിൽ ജനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടർച്ച ആവശ്യമാണ്. നമ്മൾ നടത്തിയ പ്രവർത്തനം ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിൻ്റെ സ്കീമോ പ്രോജക്റ്റോ പദ്ധതിയോ ഒന്നുമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം, ജീവിതചര്യയുടെ ഭാഗമായി മാറണം. നമ്മൾക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ മുഖ്യ അജണ്ടയായിട്ട് തന്നെ അത് തുടരേണ്ടതുണ്ട്. ആ നിലയിൽ നിരവധി പാർട്ട്നേഴ്സിനെ കൂടെ ചേർത്തുകൊണ്ട്, പങ്കാളികളെ കൂടെ ചേർത്തുകൊണ്ട് NSS ഒക്കെ വഴി വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, കുടുംബശ്രീയിലെ സഹോദരിമാർ കൂടെയുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഏറ്റവും അധികം വാസ്തവത്തിൽ ഈ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ കഴിഞ്ഞ 10 വർഷം നോക്കുമ്പോൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളോടാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വിഷമം തോന്നരുത്. കേരളത്തിലെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന നൽകിയത് കേരളത്തിലെ സ്ത്രീകളാണ്. ഞാൻ വെറുതെ പറയണതല്ല, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടോ സ്ത്രീകളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടോ പറയുന്നതല്ല. തൊഴിലുറപ്പ് പദ്ധതി നോക്കുക, 90% കേരളത്തിൽ സ്ത്രീകളാണ്. അവരാണ് ഈ പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കിയത്, അവരാണ് പുഴ തെളിച്ചിട്ടുള്ളത്, അവരാണ് തരിശുഭൂമി കൃഷിക്കായിട്ട് കാട് പിടിച്ച സ്ഥലം. ഞാൻ തുമ്പമൺ പഞ്ചായത്തിൽ പോയപ്പോൾ, അവിടെ നല്ല പഞ്ചായത്ത്, എപ്പോഴും അവാർഡൊക്കെ വാങ്ങുന്നൊരു പഞ്ചായത്താണ്, അവിടെ പോയപ്പോൾ കാട് പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലം. പിന്നീട് ഞാൻ അവിടെ പോകുമ്പോൾ അത് മുഴുവൻ പച്ചവിരിച്ച് കിടക്കുകയാണ്. അസാധ്യമായ കാര്യങ്ങളെ അത് സാധ്യമാക്കാൻ നമുക്ക് നമ്മളോടൊപ്പം നിന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കുടുംബശ്രീ അവർ നമുക്ക് മുമ്പേ കാണിച്ചു തന്നു, ജോയിൻ്റ് ലാബിലിറ്റി ഗ്രൂപ്പിലൂടെയൊക്കെ കാണിച്ചു തന്നു ഈ കൃഷി സാധ്യമാണ്. പച്ചത്തുരുത്ത് സൃഷ്ടിക്കാൻ ഹരിത കർമ്മസേന 37,000-ഓളം ആളുകളെ ഉള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ ശുചിത്വത്തിൻ്റെ മുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ പറയാം, ആ പച്ചക്കുപ്പായക്കാരാണ് കേരളത്തിൻ്റെ ഹരിത അംബാസഡർമാർ. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. സിനി, എനിക്ക് റോജയാണ് കാണിച്ചു തന്നത്. സിനി ഏതാ ജില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്വിസ് മത്സരത്തിൽ സമ്മാനം കിട്ടിയ ഹരിതകർമ്മസേനാംഗങ്ങളെയാണ് നമ്മൾ ഈ സംസ്ഥാനത്തിലേക്ക് വിളിച്ചത്. 2 ചോദ്യത്തിന് മറുപടി തെറ്റിപ്പോയി. അതിലൊന്ന് ഹരിത കേരള മിഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് എന്നൊരു ചോദ്യം. അപ്പോൾ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സ്ത്രീകളെയാണല്ലോ, ചെയർമാൻ എന്നല്ല ചോദിച്ചത്. അപ്പോൾ ചെയർപേഴ്സൺ സ്ത്രീ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് TN സീമ എന്നെഴുതിപ്പോയി. രണ്ടാമത് ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം. ഈ 2 ചോദ്യത്തിന് മറുപടി തെറ്റിപ്പോയതുകൊണ്ട് എനിക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇനി ഞാൻ എന്തായാലും ഇതൊക്കെ കൂടുതൽ പഠിച്ചിട്ട് ഞാൻ മത്സരിച്ച് ക്വിസ് മത്സരത്തിൽ മത്സരിച്ച് എനിക്ക് ഇങ്ങനെ വേദിയിൽ പോകാനായിട്ടുള്ള, സമ്മേളനത്തിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടാകും. സിനി ഇതൊരു പകുതി തമാശയായിട്ടാണ് നർമ്മത്തോടെയാണ് എഴുതിയത്. പക്ഷേ മുഴുവൻ ഹരിതകർമ്മ, ഞാൻ ആ പോസ്റ്റിൽ ചെന്ന് ഞാനൊരു കമൻ്റ് ഇട്ടു. കാരണം കേരളത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും സർക്കാരും ഒക്കെ കാണുന്നത് കേരളത്തിൻ്റെ ഹരിത അംബാസഡർമാരായിട്ടാണ്. അതുകൊണ്ട് മാർക്കോ റാങ്കോ ഒന്നുമല്ല കാര്യം. ഇവിടെ ആളുകളെ വിളിക്കുമ്പോൾ ഒരു മാനദണ്ഡം വേണമല്ലോ, എല്ലാവരും കൂടി ചേർക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു മാനദണ്ഡം എടുത്തുന്നേ ഉള്ളൂ. അവരെ ഒന്ന് ആക്റ്റീവാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇപ്പോൾ മുഴുവൻ ആളുകളും ഹരിതകർമ്മസേനയിലെ മുഴുവൻ ആളുകളും കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പാർട്ട്നേഴ്സ് ഹരിത കേരള മിഷനുണ്ട്. ഉദ്യോഗസ്ഥർ, വകുപ്പുകളുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനത്തിന് കൂട്ടായി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ. ഞാൻ സമയം എടുക്കുന്നില്ല, നമ്മുടെ സമാപനം
പിന്നെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ടീമിനൊരിക്കലും അങ്ങനെ ഔപചാരികമായി നന്ദി പറയേണ്ടതില്ല. പക്ഷേ ഹരിത കേരള മിഷൻ്റെ 2016 ഡിസംബർ 8-ാം തീയതി തുടങ്ങുമ്പോൾ ഞാനും വർമ്മ സാറും റോജയുണ്ടായിരുന്നു അല്ലേ, ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു നമ്മളുടെ ഒരു ടൈപ്പിസ്റ്റ്, ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 പേര് വെച്ച് തുടങ്ങിയ മിഷനാണ്. അതിനുശേഷമാണ് ഓരോരുത്തരായിട്ട് ഈ ടീമിലേക്ക് വന്നത്. അന്ന് മുതൽ വന്നിട്ടുള്ള ആദ്യം നേരത്തെ RPമാർ എന്ന് വിളിച്ച്, റിസോഴ്സ് പേഴ്സൺമാർ എന്ന് വിളിച്ച്, ഇപ്പോൾ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്ന് വിളിക്കുന്ന നമ്മുടെ ഓരോ പഞ്ചായത്തിനെയും നഗരസഭയെയും ബ്ലോക്കിനെയും ജില്ലയും ഒക്കെ തന്നെ തൊട്ടറിയുന്ന ഹരിത കേരള മിഷൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ള, അതേപോലെ തന്നെ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ മിഷൻ കോർഡിനേറ്റർമാർ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, അതൊക്കെ പിന്നീട് കിട്ടിയ ടെക്നിക്കൽ അസിസ്റ്റൻ്റൊക്കെ നമുക്ക് 2ാം സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയ ഒരു പിന്തുണയാണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, അവരാണ് ഈ താഴെ നടക്കുന്ന കാര്യങ്ങളെ മുഴുവൻ പകർത്തിയെടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളുടെ സന്ദേശങ്ങൾ താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഹരിത കേരളത്തിൻ്റെ സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായി ജനങ്ങളിലാകെ എത്തിക്കാനായി നേതൃത്വം നൽകിയ ഹരിത കേരളം മിഷൻ്റെ ടീമിനെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദി പറയണം എന്നുള്ളത് കൊണ്ടാണ്. വേണമെങ്കിൽ രഹസ്യമായിട്ട് നന്ദി പറയാം, പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ 3 ദിവസത്തെ പ്രവർത്തനം ഔപചാരികമായി നന്ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ഇന്ദു പറയും. പക്ഷേ ഈ 3 ദിവസത്തെ സമ്മേളനം ഫലപ്രദമാക്കിയതിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഞങ്ങളുടെ ഓഫീസിലെ എനിക്കറിയില്ല എത്ര സമയം ആളുകൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം പല തടസ്സങ്ങൾ വന്നു. ഡേറ്റുകൾ മാറ്റേണ്ടി വന്നു, സ്ഥലം മാറ്റേണ്ടി വന്നു, തിരുവനന്തപുരത്ത് താമസം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ഓഫീസ് പൂർണ്ണമായും ഉണർന്നിരുന്നു കൊണ്ടാണ് വാസ്തവത്തിൽ എനിക്കാണ് കുറച്ച് റെസ്റ്റ് കിട്ടിയിരുന്നത്. കാരണം എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് ഇടയ്ക്ക് കിട്ടി. ബാക്കി എല്ലാവരും 24 മണിക്കൂറും പണി ചെയ്യുന്നവരായി ഇരുന്നു കൊണ്ടാണ് ഈ കേരളത്തിന് പുറത്തുനിന്നുള്ള ഇത്രയും വിദഗ്ധരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം വർമ്മ സാർ എല്ലാ കാലത്തും ഞങ്ങളുടെ കൃത്യമായ തെളിമയോടെ കാര്യങ്ങൾ കാണുന്നതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജവും ഞങ്ങളുടെ പിന്തുണയും വർമ്മ സാറാണ്. വർമ്മ സാറിന് എല്ലാവരും, ഞാൻ വെറും ഔപചാരികതയുടെ ഇതിൽ പറയുകയല്ല, വർമ്മ സാറിന് ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും സാങ്കേതിക ജ്ഞാനമില്ല, പൊതുവായ ചില ധാരണകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹരിത കേരളത്തിൻ്റെ വഴി ശാസ്ത്രീയമായിരിക്കണം, സാങ്കേതികമായിരിക്കണം, അത് കൃത്യമാകണം എന്ന ഒരു ഉറപ്പ് വാസ്തവത്തിൽ വർമ്മ സാറ് എല്ലാ കാലത്തും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും കൂടെ നിന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലും ഹരിതമായിട്ടുള്ള വഴികളിലൂടെ നമുക്ക് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. നന്ദി. യോഗത്തിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കാനായി നവകേരളം കർമ്മ പദ്ധതി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ഇന്ദു എസ് മാഡത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷ ഡോക്ടർ TN സീമ മാഡം, ആദരണീയനായ വർമ്മ സാർ, ശ്രീ അബ്രഹാം കോശി സാർ, സഞ്ജീവ് സാർ, സുധാകരൻ സാർ, ശ്രീ ആദിത്യ വർഗീസ് സീഡ്സ്, ശ്രീ വികാസ് നിമേഷ്, ശ്രീമതി ഷീബ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം നിറഞ്ഞൊരു വേദിയിലാണ് ഞാൻ ഔപചാരികമായി നന്ദി പറയാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അത്ര ഔപചാരികമായി പറയാൻ തോന്നുന്നില്ല ഈ നന്ദി. കാരണം 2016 ഞാൻ ഹരിത കേരള മിഷനിൽ വരുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ മുൻ മാതൃകകളൊന്നുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിലും പ്രവർത്തന നയരേഖയിലും പ്രവർത്തിക്കുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്കാണ് ഞാൻ വന്നത്. ആ ഒരു ഹരിത കേരള മിഷൻ പല വകുപ്പുകളിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരെ കൂട്ടിച്ചേർത്തുകൊണ്ട് താഴെത്തട്ടിൽ, അതായത് തദ്ദേശ സ്ഥാപന തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ 10 വർഷം പ്രവർത്തിച്ചത് ആ സ്ഥാപനത്തിന് നേതൃത്വം വഹിച്ച സീമ മാഡത്തിൻ്റെ കൃത്യമായ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാഡത്തിൻ്റെ എന്താണ് പറയുന്നത്, ഈ പ്രവർത്തനം എങ്ങനെ വേണമെന്നുള്ള ഒരു കൃത്യമായ ധാരണ നമുക്ക് തന്നൊരു ഊർജ്ജമാണ് ഈ 10 കൊല്ലം മിഷൻ്റെ പ്രവർത്തനം വളരെ സാർത്ഥകമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അർത്ഥപൂർണമായി അത്
പല പദ്ധതികളും നടപ്പിലാക്കുന്നതിനും കഴിഞ്ഞ 3 ദിവസം ഈ 10 വർഷം നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചതും മാഡത്തിൻ്റെ നേതൃപാടവം കൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹരിതകേരള മിഷൻ ടീമിലുള്ള ഓരോ വ്യക്തിയെയും, ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് മുതൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മുതൽ എല്ലാ ജില്ലകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും നേരിട്ട് മാഡം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നേഹപൂർവമായ ഒരു ബന്ധവും മാഡവുമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ടുകൂടിയാണ് ഔദ്യോഗികമായി പോലും ഈ ഒരു മിഷൻ വളരെ കൃത്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹരിതകേരള മിഷൻ്റെ ടീം അംഗങ്ങളെ മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളുമായും, കാരണം മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് പഞ്ചായത്തുകളാണ്, ആ പഞ്ചായത്തുകളുമായും ഏറ്റവും നല്ല ബന്ധം മാഡത്തിന് ഉണ്ടായിരുന്നതും ഈ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയേറെ അർത്ഥപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സ്നേഹത്തിൻ്റെ കാർക്കശ്യവും മാഡം തന്നിട്ടുണ്ട്. കാരണം പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ നയം അനുസരിച്ച് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് അത് താഴെത്തളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ അതും മാഡം കണ്ടുപിടിക്കുകയും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും അതനുസരിച്ച് തന്നെ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുകയും ചെയ്തിരുന്നു. മിഷന് പലപ്പോഴും മാഡം നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്, ക്യാമ്പയിനുകൾ ഉൾപ്പെടെ. ഇപ്പോൾ അടുത്ത കാലത്തായി അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിച്ച സമയത്ത് നമുക്ക് ജലമാണ് ജീവൻ എന്നൊരു ക്യാമ്പയിൻ നടപ്പിലാക്കേണ്ടി വന്നിരുന്നു. ആ സമയത്തും ഒരു നിർദ്ദേശം കിട്ടിയ ഉടൻ തന്നെ അതിനൊരു പദ്ധതി തയ്യാറാക്കാനും അതിന് ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് നിർത്താനും അതൊരു പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ മാഡം എടുത്ത ഒരു നേതൃപാഠവുമുണ്ട്. പലപ്പോഴും നമ്മുടെ സർവീസ് ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും മാതൃകയാക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വേദിയിൽ ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച മാഡത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല സാറ്, ഡോക്ടർ കെ രവിരാമൻ സാറിനാണ്, പ്ലാനിംഗ് ബോർഡ് മെമ്പർ. കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി, മാറിവരുന്ന സമ്പദ്ഘടനയെപ്പറ്റി, മാറിവരുന്ന സാംസ്കാരിക സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് പ്ലാനിംഗ് ബോർഡ് മെമ്പറായ ഡോക്ടർ രവിരാമൻ സർ. വർമ്മ സാർ അവതരിപ്പിച്ച ഭാവി പരിപ്രേക്ഷ്യം കേൾക്കാൻ സാർ ഇല്ല എന്നുള്ളൊരു വിഷമമായി തോന്നിയെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ സാറിനും സാറിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. 2016 മിഷൻ തുടങ്ങുമ്പോൾ മിഷനൊരു സാങ്കേതിക ഉപദേഷ്ടാവുണ്ടായിരുന്നു. വർമ്മ സാറായിരുന്നു. ഞാൻ അവിടെ വരുമ്പോൾ ടെക്നിക്കൽ അഡ്വൈസർ എന്നൊരു പോസ്റ്റിൽ സാറിൻ്റെ നേതൃത്വത്തിലാണ് മിഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഒരു ശാസ്ത്രീയ അടിത്തറയോടുകൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് സാറ് ഔദ്യോഗിക പദവികൾ മാറി. സാറ് ശുചിത്വ മിഷൻ്റെ ഡയറക്ടറായി, പരിസ്ഥിതി ആഘാത നിർണയ സമിതിയുടെ ചെയർമാനായി ഒക്കെ പോയെങ്കിലും മിഷൻ്റെ പ്രവർത്തനങ്ങൾ, മിഷൻ്റെ ജലമേഖലയിലെ, എടുത്തു പറയുന്ന ജലമേഖലയിലെയും കാർഷിക മേഖലയിലെയും മാലിന്യ സംസ്കരണ മേഖലയിലെയും പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ ഉറപ്പാക്കുന്നതിൽ ഈ 10 വർഷവും സാറിൻ്റെ സേവനം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 3 ദിവസം നടന്ന ഈ സമ്മേളനത്തിനെ അധികരിച്ച് ഈ ഒരു ഭാവി പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചതും സാറാണ്. സാറിൻ്റെ സാങ്കേതിക ഉപദേശമില്ലായിരുന്നുവെങ്കിൽ മിഷന് അതിൻ്റെ ജനപങ്കാളിത്തത്തോടൊപ്പം തന്നെയുള്ള ശാസ്ത്രീയമായ ഒരു ദിശാബോധവും ഉണ്ടാകുമായിരുന്നില്ല. സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ ഈ 3 ദിവസത്തെ പരിപാടിയിൽ വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നുമൊക്കെയുള്ള വിദഗ്ധർ പങ്കെടുത്തിരുന്നു. ഈ 3 ദിവസം നടന്ന എല്ലാ സെഷനിലും ഇങ്ങനെയുള്ള വിദഗ്ധരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ഈ സമാപന സമ്മേളനത്തിൽ നമ്മോടൊപ്പമുള്ളത് ഡൽഹി IIT-യിലെ ഡോക്ടർ വികാസ് നിമേഷും സീഡ്സ് ഇന്ത്യ ലിമിറ്റഡിലെ ആദിത്യ വർഗീസുമാണ്. ഇവിടെ സെഷനിൽ പൂർണ്ണമായി പങ്കെടുക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളോട് പ്രതികരിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നവർ, അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. I sincerely thank both of you for coming here and giving your valuable suggestions on behalf of Haritha Kerala Mission and Government of Kerala. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്, നമ്മളൊരു മിഷൻ മോഡിൽ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് അതുപോലൊരു സഹായം ആവശ്യമുണ്ട് എപ്പോഴും.
അപ്പം നമ്മുടെ ഈ മിഷൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന രീതിയിലും നോഡൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന രീതിയിലും പ്രവർത്തിച്ചത് സെക്രട്ടേറിയറ്റിലുള്ള പദ്ധതി നിർവഹണ നിരീക്ഷണ വിലയിരുത്തൽ വകുപ്പാണ്. ആ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും സെക്രട്ടറിമാരും, മുൻ സെക്രട്ടറി ഹരികിഷോർ സാറിൻ്റെ കാര്യം ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. സാർ വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ വകുപ്പിൽ നിന്ന് ലഭിച്ച ഒരു നിർലോഭമായ പിന്തുണയുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മിഷൻ മോഡിൽ പോകുന്നതിനുള്ളൊരു സ്പീഡ് ഉറപ്പിക്കുന്നതിന്. പലപ്പോഴും ധനപരമായ കാര്യങ്ങളിൽ നമുക്ക് ഞെരുക്കമുണ്ടാകുമ്പോഴും ഒക്കെ വളരെ വേഗതയിൽ അവിടെ ഫയലുകൾ നീക്കിയത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മിഷൻ മോഡിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ഹരിത കേരള മിഷൻ ടീം അംഗങ്ങൾക്കാണ്. മാഡം ഔപചാരികതയുടെ പേരിലല്ലാതെ പറഞ്ഞുവെങ്കിലും അത് പരാമർശിക്കാതെ നന്ദി പറയുന്നത് അനൗചിത്യമാകും. നമ്മൾ വളരെ ചെറിയൊരു ടീമാണ് സ്റ്റേറ്റ് മിഷനിലും പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു നിരന്തരമായ, ഒരിക്കലും തളരാത്ത പ്രവർത്തനമാണ് ഹരിത കേരള മിഷൻ്റെ വിജയത്തിനൊരു പ്രധാന കാരണം. പ്രത്യേകിച്ചും അസിസ്റ്റൻറ്റ് കോർഡിനേറ്റേഴ്സായ ശ്രീ എബ്രഹാം കോശി സാർ, ശ്രീ SU സഞ്ജീവ് സാർ, ശ്രീ TP സുധാകരൻ സർ, പ്രോഗ്രാം ഓഫീസേഴ്സായ രാജേന്ദ്രൻ സാറ്, അജയകുമാർ സാർ, സുരേഷ്, സതീഷ് സാർ, പിന്നെ എല്ലാ ടീം അംഗങ്ങളും, ഞാൻ എല്ലാവരുടെയും പേരിപ്പോൾ എടുത്തു പറയുന്നില്ല, എല്ലാവരുടെയും വളരെ നിസ്വാർത്ഥമായ ഒരു പരിശ്രമമാണ് ഈ സമ്മേളനം സാധ്യമാക്കിയത്, ഈ ടീം മുന്നോട്ട് പോയത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ആത്മാദരത്തിന് കൂടിയുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നന്ദി ഔപചാരികമായി പറയുകയല്ല, എല്ലാവർക്കും സ്വയം തന്നെ ഒരു ആത്മാദരം ഉണ്ടല്ലോ. നമ്മൾ ഇത്രയും മഹത്തായ ഒരു പ്രവർത്തനത്തിനാണ് ഈ 10 കൊല്ലം പ്രവർത്തിച്ചത് എന്നുള്ളൊരു സ്വയം തോന്നുന്നൊരു ആദരം, അതിനുള്ളൊരു അവസരം കൂടിയായിട്ട് ഞാൻ ഇത് കണക്കാക്കുകയാണ്. പിന്നീട് നന്ദി പറയേണ്ടത്, നമുക്ക് നമ്മുടെ ഈ സമ്മേളനം നടത്തുന്നതിനായി ഒരുപാട് തവണ വേദി മാറ്റേണ്ടി വന്നു പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം. ഈ സമ്മേളനം നടത്തുന്നതിനായി വേദി അനുവദിച്ചു തന്ന ഉദയ് പാലസ് കൺവെൻഷൻ സെൻ്ററിൻ്റെ അധികൃതരോട് ഹരിത കേരള മിഷൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ വേദിയും താഴെയുള്ള വേദിയും എല്ലാം മനോഹരമായി സജ്ജീകരിച്ച ഹൈലേഷ് ഡിസൈൻസിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 3 ദിവസവും നമുക്ക് ഭക്ഷണം തന്ന കുടുംബശ്രീ യൂണിറ്റ് ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന് ഈ 3 ദിവസത്തെയും പ്രവർത്തനങ്ങൾ കവർ ചെയ്ത എല്ലാ മാധ്യമപ്രവർത്തകർക്കും, ഫോട്ടോഗ്രാഫേഴ്സിന്, സീഡിറ്റ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നമ്മുടെ IEC പ്രവർത്തനങ്ങൾക്കും, നമ്മുടെ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എല്ലാം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സീഡിറ്റിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമാപന സമ്മേളനം അവസാനിക്കുകയാണ്. ഇതോടെ 3 ദിവസമായി നടന്നു വന്ന ഹരിത കേരളം മിഷൻ ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിനും സമാപനമാവുകയാണ്. നന്ദി, നമസ്കാരം.